أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ولا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله مولانا العظيم. بارك الله لنا ولكم للقرآن العظيم. അഭിവന്ദ്യനായ ഈ പ്രൗഢമായ സദസ്സിന്റെ പ്രകാശദീപം പാണക്കാട് തറവാട്ടിലെ ഇളം തെന്നൽ ബഹുമാന്യനായ സയ്യിദ് ഷഫീഖ് അലി ശിഹാബ് തങ്ങൾ, ബന്ദിയോട് പ്രദേശത്തെ ആത്മീയത കൊണ്ടും വിജ്ഞാനം കൊണ്ടും അലങ്കരിക്കുന്ന ബഹുമാന്യനായ ഖതീബ്, ബഹുമാന്യനായ മുദരിസ് അബ്ദുൽ ഖാദിർ ബാക്കവി, പ്രിയപ്പെട്ട സദർ ഉസ്താദ്, പ്രിയപ്പെട്ട മറ്റു മുഅല്ലിമീങ്ങൾ, സയ്യിദ് ജഅഫർ സാദിഖ് തങ്ങൾ, ബഹുമാന്യനായ ജമാഅത്തിന്റെ പ്രസിഡന്റ് മൂസ ഹാജി സാഹിബ്, മറ്റു ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലിനെ അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അവന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നോക്കി പരിപൂർണമായി പുറത്തു നൽകുകയും ശിഷ്ടജീവിതം അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പൊരുത്തത്തിലാക്കി മാറ്റുവാൻ പര്യാപ്തമായ സദുദ്യമമായി അല്ലാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. ബന്ദിയോട് ജമാഅത്തും ബദരിയ ജമാഅത്തും കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഈ നാട്ടിൽ പരിശുദ്ധമായ ദീൻ നടത്താൻ മഹല്ല ജമാഅത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. വളരെ നല്ല നിലയിൽ പരിശുദ്ധമായ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വലിയ ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും കാട്ടുന്ന നേരത്തെ സയ്യിദ് അവറുകൾ പറഞ്ഞതുപോലെ അടുത്ത മഹല്ലുകളെ അപേക്ഷിച്ച് വളരെ നല്ല നിലയിൽ ദീനി പ്രവർത്തനങ്ങൾ സുഖകരമായ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് നമ്മുടെ ജമാഅത്ത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൂടുതൽ ഭംഗിയാക്കി വരുന്ന തലമുറ അതിന്റെ സംശുദ്ധി കൈവിടിയാതെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചുറ്റുപാട് അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. വീണ്ടും ഒരു വേദി ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഈ നാട്ടുകാർ എന്നോടും ഞാൻ ഇവരോടും കാണിക്കുന്ന നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ നിൽപ്പും ഇവിടെയുള്ള ഒത്തുചേരലും. അല്ലാഹു നമ്മുടെ ഈ ബന്ധം സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ബന്ധമാക്കി അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ നാട്ടുകാരനെ പോലെ ഇവിടെ 2 വർഷം മുമ്പ് വരികയും ഞാൻ പോയിട്ടും ഇവിടെ ഏറ്റവും നല്ല ഒരു പ്രകാശ ഗോപുരത്തെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോയത്. പാണക്കാട് കുടുംബത്തിലെ ഒരു അംഗത്തെ ഈ നാട്ടിലെ നിങ്ങളുടെ ഒരു സന്തതിയാക്കി മാറ്റാൻ താജുദ്ദീൻ ദാരിമി ചെയ്ത ഏറ്റവും വലിയ സേവനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാണക്കാട്ടെ പൂമുത്തിനെ ഈ നാട്ടിൽ എത്തിച്ചു എന്നുള്ളതാണ്. സർവശക്തനായ അല്ലാഹു നമ്മളുടെ ഇടയിലുള്ള ഈ ബന്ധം അല്ലാഹു നിലനിർത്തുകയും അതെല്ലാം തന്നെ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല, എല്ലാം സർവശക്തനായ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ നാളെ റബ്ബിന്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കമനീയമായ സ്വർഗത്തിലേക്ക് കുടുംബസമേതം കയറിപ്പറ്റാനുള്ള ഒരു വലിയ ബന്ധമാക്കി അല്ലാഹു നിലനിർത്തട്ടെ. ഇന്ന് സമാപനമാണ്. ഏറെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആത്മീയ സദസ്സിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ വരാത്തവർ പോലും ഇന്നെങ്കിലും വന്നിട്ടൊന്ന് ബർക്കത്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ്. അവരോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ അതിൽ 99 വട്ടവും ഞാൻ എന്നോടും ഒരു പ്രാവശ്യവും എന്നെ കേൾക്കുന്നവരോടുമാണ് ഈ പറയുന്നത്. അല്ലാഹു നമുക്ക് നന്മ ചെയ്ത് ജീവിച്ച് അവസാനം അയാൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ് എന്ന് പറയുന്നൊരവസ്ഥ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അയാൾ ഒരുപാട് ഉണ്ടാക്കി, അയാൾ ഒരുപാട് സമ്പന്നനായിരുന്നു, അയാൾ ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരുന്നു, അയാൾ വലിയ പ്ലെയറായിരുന്നു, ഫുട്ബോൾ പ്ലെയറായിരുന്നു, അയാൾ ക്രിക്കറ്റ് പ്ലെയറായിരുന്നു, അയാൾ അവിടെ സ്റ്റേഡിയം ഉണ്ടാക്കി, അയാൾ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ മരിച്ചാൽ ആരെങ്കിലും നമ്മളെ കുറിച്ചൊന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചൽ അയാൾ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ആളായിരുന്നു എന്ന പറച്ചൽ കിട്ടല. പടച്ച റബ്ബ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന, ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന സ്വാലിഹീങ്ങളുടെ സച്ചരിതരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ജീവിച്ചാലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. നിശ്ചയമായും ഒരു വിഭാഗം ഖാലൂ അവർ പറയുന്നു, റബ്ബുനല്ലാഹ് നമ്മുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, എന്നെ രക്ഷിക്കുന്നത് അല്ലാഹുവാണ്, എന്റെ സമ്പത്തല്ല,
എന്നെ രക്ഷിക്കുന്നത് എന്റെ കൂട്ടുകാരല്ല, എന്നെ രക്ഷിക്കുന്നത് എന്റെ പദവിയല്ല, എന്നെ രക്ഷിക്കുന്നത് എന്റെ സ്വാധീനമല്ല, എന്നെ രക്ഷിക്കുന്നത് റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്നവൻ പറയുകയും എന്നിട്ട് അവൻ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, എന്താണ് ഇസ്തിഖാമത്ത്? എന്താണ് ഇസ്തിഖാമത്ത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഒരു വിഭാഗം ആളുകൾ ഖാലൂ, അവർ പറയുന്നു റബ്ബുനല്ലാഹ്, നമ്മുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. സുമ്മസ്തഖാമൂ, എന്നിട്ടവർ ഇസ്തിഖാമത്തിലായി ജീവിക്കുന്നു. എന്താണ് ഇസ്തിഖാമത്ത്? ഒരു ദിവസം മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, സഅൽതു റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട നബിയോട് ചോദിച്ചു, മാ ശയ്യബക യാ റസൂലല്ലാഹ്, മാ ശയ്യബക, എന്താണ് അങ്ങയുടെ താടിരോമം? അങ്ങയുടെ ശരീരത്തിൽ ഈ അടുത്തായിട്ട് രോമങ്ങൾ നരച്ചിട്ട് കാണുന്നുണ്ടല്ലോ നബിയേ, എന്താണ് നബിയേ അങ്ങയുടെ രോമം നരക്കാൻ കാരണം? ഏകദേശം അറബികൾ അവരുടെ ജീവിതത്തിൽ 80 കഴിഞ്ഞാലാണ് നരബാധിക്കുക. 80 വയസ്സ് കഴിഞ്ഞാലാണ് അറബികൾക്ക് ശരാശരി നരബാധിക്കുക. പക്ഷേ 63 വയസ്സിൽ വഫാത്തായ ലോകത്തിന്റെ പ്രകാശദീപം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലഘട്ടത്തിൽ അവിടത്തെ താടിരോമത്തിലെ 17 എന്നൊരു അഭിപ്രായം, മറ്റൊരു അഭിപ്രായത്തിൽ 24 ആണെന്ന്. 17 14 24 താടിരോമങ്ങൾ നരച്ചുപോയി മുഹമ്മദ് റസൂലുള്ളാഹി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നുകൊണ്ട് ചോദിച്ചു, മാ ശയ്യബക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തേ താടിരോമം നരച്ചു പോയത് റസൂലേ? മാ ശയ്യബക, അങ്ങയുടെ അങ്ങേ നരപ്പിച്ച വസ്തു എന്തോന്നാണ്? മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിലേക്ക് നരപ്പെട്ടെന്ന് വന്നല്ല നബിയേ. സാധാരണ 80 കഴിഞ്ഞാലാണ് അറബികൾക്ക് നരബാധിക്കൽ, അങ്ങയുടെ ശരീരത്തിൽ വേഗം നര വന്നല്ലോ. നമ്മളൊക്കെ നരച്ചാൽ കറുപ്പിക്കാൻ നോക്കാം. ഒരുപാട് ആൾക്കാർ പടച്ചോനെ അല്ലാഹു കാക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ, ബർക്കത്താ. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിലേക്ക് നിരപ്പെട്ടെന്ന് ഓടി വന്നല്ലോ നബിയേ, കാരണമെന്താ നബിയേ? ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു, ശയ്യബത്നി والواقعات والمرسلات وعما يتساءلون. ശയ്യബത്നി, എനിക്ക് നര വരാൻ കാരണം എന്ന് നരപ്പിച്ചത് സൂറത്ത് ഹൂദാണ്. ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് നര വന്നു പോയത്. സൂറത്തുൽ വാഖിയാത്ത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് നര വന്നു പോയത്. വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത് വന്നപ്പോഴാണ് എനിക്ക് നര വന്നു പോയത്. വഅമ്മ യതസാഅലൂൻ വന്നപ്പോഴാണ് എനിക്ക് നര വന്നു പോയതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ ഒരു സൂറത്ത് ഇറങ്ങുമ്പോഴേക്ക് ഇത്ര നരബാധിക്കാൻ? ഒരു സൂറത്ത് ഇറങ്ങുമ്പോഴേക്ക് താടിരോമം നരച്ചു പോവുകയോ? ഏതെങ്കിലും ആവശ്യമില്ലാത്ത ക്രീം തേച്ചാൽ ചിലപ്പോൾ നിരക്കും. ഒരു സൂറത്ത് ഇറങ്ങുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ താടിരോമം നരച്ചുപോയോ?
മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയുമായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ സാമിന് ചില ബന്ധങ്ങളുണ്ട്. അവിടുത്തെ ചരിത്രവുമായി ചില ബന്ധങ്ങളുണ്ട്. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിന് വേണ്ടി വന്നു. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ അന്ന് ആ കാലഘട്ടത്തിൽ എല്ലാവരും വലിയ ആളായി അംഗീകരിച്ചിരുന്നത് നന്നായി മെഡിക്കൽ സയൻസ് പഠിച്ച ആളെയാ. നന്നായി ആളെ പരിശോധിക്കാൻ കഴിയുന്ന ആളുകളെയാണ്. പഴക്കമുള്ള രോഗങ്ങൾ ഏതെങ്കിലും മരുന്നുകളോ വൈദ്യങ്ങളോ ചെയ്ത് സുഖപ്പെടുത്തിയാൽ അവരെ ആളുകൾ അംഗീകരിക്കും, ദൈവത്തെ പോലെ അംഗീകരിക്കും. അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോ ആളുകൾ ഏതൊന്നിനോടാണോ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള മേഖല അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നൽകിക്കൊണ്ട് സഹായിക്കലാണ് അള്ളാഹുവിന്റെ പ്രക്രിയ. മുഹമ്മദ് നബി ലോകത്ത് വന്നപ്പോൾ ഇവിടെ സാഹിത്യം കുത്തൊഴുക്കായിരുന്നു. സാഹിത്യത്തിന്റെ കുത്തൊഴുക്കായിരുന്നു. സാഹിത്യമായിരുന്നു മുത്തുനബി ഇവിടെ വന്നപ്പോഴുണ്ടായത്. അവിടെയാണ് ആ സാഹിത്യത്തിനെ തോൽപ്പിക്കുന്ന ഒരു സാഹിത്യം. അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ വരുന്നത്. ആളുകളൊക്കെ മുഹമ്മദ് നബി അംഗീകരിക്കാൻ തുടങ്ങി. ലോകത്ത് അന്ന് റസൂലുള്ള വരുന്ന സമയത്ത് വിദ്യാഭ്യാസം, കവിത, സാഹിത്യം ഇതായിരുന്നു കൊടികുത്തിവാൾ. വലിയ സാഹിത്യകാരൻ നിമിഷങ്ങൾ കൊണ്ട് പ്രസംഗിക്കുകയും നിമിഷങ്ങൾ കൊണ്ട് മറുപടി എഴുതുകയും നിമിഷ കവിയായി മാറുകയും ചെയ്യുന്ന ആളെ എല്ലാവരും അംഗീകരിക്കും. അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി അതൊന്നും അല്ല എന്ന് വരുത്താൻ വേണ്ടി എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹാരിത വിളിച്ചറിയിക്കുന്ന പരിശുദ്ധമായ വചനം ഹിറാ ഗുഹയിൽ ഇറങ്ങുന്നത്. അതുപോലെ സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് കടന്നു വരുമ്പോ അന്ന് അവിടെ മെഡിക്കൽ സയൻസ് കൊടികുത്തി വാഴ്ന്നിരുന്ന കാലമാണ്. അവിടെയാണ് മഹാനായ സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നത്, എന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലായി അംഗീകരിക്കണം. ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. എന്നെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ആളുകൾ തള്ളാൻ തുടങ്ങി. ആളുകൾ തള്ളിയപ്പോ എന്താണ് നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിന്റെ തെളിവെന്ന് ചോദിച്ചപ്പോ മഹാനായ ഈസ നബി കാണിച്ചു കൊടുത്ത ചില മുഅ്ജിസത്തുകളായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വഉബ്രിഉൽ ലക്മാ വൽ അബ്റസ വഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ്. ഈസ നബി പറഞ്ഞു വഉബ്രിഉൽ ലക്മാ, ജന്മനാൽ കുരുടുള്ള ആള് പ്രസവിക്കുമ്പോൾ തന്നെ കുരുട് ബാധിച്ച് വന്ന കുട്ടി ആ കുട്ടിയുടെ കുരുട് മാറ്റാൻ എനിക്ക് കഴിവുണ്ട്. ജന്മനാൽ കുരുടുള്ള ആളുകളുടെ കുരുട് മാറ്റാൻ എനിക്ക് അല്ലാഹു അതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പാണ്ടുകാരുടെ വെള്ളപ്പാട് മാറ്റാനും അല്ലാഹു എനിക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. അതൊക്കെ സർവ്വസാധാരണയല്ലേ എന്ന് ചോദിക്കും. എന്നാൽ വരട്ടെ, ഖുർആൻ പറയുന്നു വഉഹീൽ മൗതാ, മരിച്ചുപോയ ആളുകളെ ഞാൻ ഹയാത്താക്കുകയും ചെയ്യും. ആളുകൾ ചോദിക്കാറുണ്ട്, ഔലിയാക്കൾക്ക് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയും? ഔലിയാക്കൾക്ക് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയും? സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യം അത്! വിശുദ്ധ ഖുർആന പറയുന്നത് വഉഹീൽ മൗതാ. സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് ആളെ ക്ഷണിക്കാൻ വേണ്ടി പ്രയോഗിച്ചൊരു പ്രയോഗം മരിച്ചുപോയ ആളുകളെ ഹയാത്താക്കലായിരുന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് ഒരാളെ ഹയാത്താക്കുമ്പോഴേക്ക് അങ്ങനെ ഹയാത്താക്കാൻ പറ്റുമോ? ചില ആളുകൾ ചോദിക്കുക.
മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധകനായി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്ന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ആളുകളോട് പറഞ്ഞു, മരിച്ച ആളുകളെയൊക്കെ ഞാൻ ഹയാത്താക്കും, മരിച്ച ആളുകളെയൊക്കെ ഹയാത്താക്കും. അപ്പൊ ആള് വിചാരിച്ചു നല്ലൊരു പിന്നെ പഠിപ്പാണല്ലോ, മരിച്ച ആളെ ഹയാത്താക്കും, നിങ്ങളോ മരിച്ച എന്നാ എന്നാൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ മരിച്ചവരെ നിങ്ങൾ ഹയാത്താക്കുമെങ്കിൽ നിങ്ങൾ 100 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ സാമിന്റെ ഖബർ കാണിച്ചു കൊടുക്കുകയാണ്. സാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഖബറിലുള്ള ആളെ നിങ്ങൾ ഹയാത്താക്കണം, ഈ ഖബറിലുള്ള ആളെ നിങ്ങൾ ഹയാത്താക്കണം. വെറുതെ ബടായി പറഞ്ഞിട്ട് പോകാൻ കഴിയൂല. പിടിക്കുക, ആള് കയ്യോടെ പിടിക്കുക, ഹയാത്താക്കണം. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിന്റെ മുന്നിൽ നിന്നിട്ട് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊക്കെയോ ഇങ്ങനെ മന്ത്രിച്ചു, എന്തൊക്കെയോ ഇങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് പോര് എഴുന്നേറ്റ് പോര് എന്ന് പറഞ്ഞപ്പോ സാമ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് നിന്നു. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി എനിക്ക് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന്റെ താടിയൊക്കെ ആകെ നരച്ചു പോയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിഷയം. സാമിന്റെ താടിയൊക്കെ നരച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, സാമേ, നിങ്ങളെ താടി എന്തേ നരച്ചത്? നിങ്ങളെ നാട്ടുകാർക്ക് താടി നരക്കലില്ലല്ലോ, നിങ്ങളെ നാട്ടുകാർക്ക് താടി നരക്കലില്ലല്ലോ, നിങ്ങളെ നാട്ടുകാർക്ക് രോമങ്ങൾ നരക്കലില്ലല്ലോ, എന്തേ നിങ്ങളെ താടി നരച്ചുപോയത് എന്ന് സാമിനോട് ചോദിച്ചപ്പോ സയ്യിദുനാ റൂഹുല്ലാഹി ഈസ നബിയോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഖബറിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു, നിങ്ങളെ വിളി കേട്ടപ്പോ ഞാൻ എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചു, ഇത് ഖിയാമത്ത് നാളിന് വേണ്ടിയുള്ള വിളിയാണോ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ള വിളിയാണോ, എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കാൻ റബ്ബ് വിളിക്കുന്ന വിളിയാണോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഒരൊറ്റ നിമിഷത്തെ പേടിയാണ് എന്റെ താടിരോമങ്ങൾ നിരപ്പിച്ചതെന്ന് സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നൂഹ് നബിയുടെ പുത്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത് തന്നെയാണ് സംഭവിച്ചത്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് ചോദിച്ചു, ഹജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിലേക്ക് താടിരോമങ്ങള് ഇതാ നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്തേ കാരണം നബിയേ? അപ്പോഴാ പറഞ്ഞത്, ശയ്യബത്നി ഹൂദും വൽ വാഖിയാതു വൽ മുർസലാതു ഈ സൂറത്തുകളാണ് നരബാധിച്ചത്. ആ സൂറത്തുകളിൽ പറയുന്ന കാര്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തിപ്പോയി എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്കിനി എന്തേ പേടി? എന്തു വന്നാലും നമുക്കെന്ത് വിഷയം? എത്ര പ്രാവശ്യം ഖുർആൻ ഓതി ഇങ്ങനെ പോയി എത്ര പ്രാവശ്യം ഖുർആൻ ഒന്ന് ഓതിപ്പോയി അത്ര വലിയ പേടിയൊന്നുമില്ലെങ്കിലും ശരി, കണ്ണിൽ നിന്നൊരു തുള്ളി കള്ളനീര് പോലും നമുക്ക് വന്നിട്ടില്ല, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ വായിക്കാണ്, ശയ്യബതനീ ഹൂദ് സൂറത്ത് എന്നെ വല്ലാതെ നരപ്പിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ഹൂദ് സൂറത്ത് ഇത്രമാത്രം അങ്ങേ നിരപ്പിക്കാൻ എന്താ കാരണം? ഏത് ആയത്താണ് അങ്ങേ നിരപ്പിച്ചത്? മഹാനായ റസൂലുള്ള പറഞ്ഞു, അല്ലാഹു പറഞ്ഞില്ല ഖുർആനിൽ, ഖാല റസൂലുള്ളാഹി ഖൗലുഹു തആല, അല്ലാഹുവിന്റെ റസൂൽ പറയാ എന്റെ ശരീരത്തിലെ ഹൂദ് സൂറത്ത് നരപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഖൗലുഹു ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം, ഇസ്തിഖാമത്തിൽ നിൽക്കണം നിങ്ങൾ, ഇസ്തിഖാമത്തിൽ നിൽക്കണം. എന്താ ഇസ്തിഖാമത്ത്? ഇന്നല്ലദീന ഖാലൂ ربنا الله ثم استقاموا إن الذين ഒരു വിഭാഗം ഖാലു, അവർ പറയുന്നു റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ്, എന്റെ രക്ഷിതാവ്. ചില ആളുകൾ വിചാരിക്കും എനിക്ക് കുറെ പണമുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, അതൊക്കെ ആ സമയമാകുമ്പോൾ ചെയ്യാം, ആ സമയമാകുമ്പോൾ എന്റെ പണം കൊണ്ട് എനിക്ക് മറികടക്കാം. എന്റെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നീട് ഇസ്തിഖാമത്തിനായി ജീവിക്കുകയും ചെയ്യണം. എന്റെ ഇസ്തിഖാമത്ത്, അല്ലാഹുവിന്റെ റസൂലിനെ നിരപ്പിച്ചത് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ പേടിച്ചു പോയത്. എന്റെ ഇസ്തിഖാമത്ത് ഒരു അണുപോലും അല്ലാഹു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. നേരെ ഇസ്തിഖാമത്ത് എന്ന് നേരെ പറഞ്ഞാൽ നേർക്കുനേരെ, വളവ് തിരിവില്ല ജീവിതത്തിൽ വളവ് തിരിവില്ല, നേർക്കുനേരെ. ഇത് അവന്റെ ലോകമാണ്, ഇത് അല്ലാഹുവിന്റെ ലോകം. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ എങ്ങനെ ജീവിക്കണം എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ തീരുമാനിച്ചതുപോലെയല്ലാതെ ജീവിക്കാൻ പാടില്ല. എല്ലാത്തിനും നിയമങ്ങളുണ്ടല്ലോ. കാർ ഓടിക്കുന്ന ആള് എങ്ങനെ ഓടിക്കണമെന്ന്, മോട്ടോ ഡ്രൈവർ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് കൃത്യമായി എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്. അതല്ലാത്ത രൂപത്തിൽ വണ്ടി ഓടിച്ചാൽ അവരെ മുന്നിൽ പെട്ടുപോയാൽ നീ പിഴ കൊടുക്കേണ്ടി വരും. വണ്ടി ഓടിക്കുന്നവർക്കൊരു നിയമമുണ്ട്. എന്തിനേറെ നാം എല്ലാവരും കളിയാണെന്ന് പറയുന്ന കളികൾ, ഫുട്ബോൾ കളിയായാൽ പോലും ഫുട്ബോളിന്റെ അധിപന്മാരാകുന്ന ഫിഫ പോലും പറയുന്നത് എന്താ ഗ്രൗണ്ടിൽ ചില നിയമങ്ങൾ ഉണ്ടാവണം. ഒരു ടീമിലെ ആളുകൾ പന്തുമായി മുന്നോട്ട് പോകുമ്പോൾ മറു ടീമിലുള്ള ആളുകൾ അത് എങ്ങനെയാണ് അയാളിൽ നിന്ന് വാങ്ങേണ്ടത്, തച്ചും കുത്തിയും വാങ്ങിക്കൂടാ. അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ആദ്യം യെല്ലോ കാർഡ് കാണിക്കും, 2-3 പ്രാവശ്യം യെല്ലോ കാർഡ്, പിന്നെ റെഡ് കാർഡ് കാണിച്ച് അയാളെ പുറത്താക്കും. 4-5 കളികളിൽ നിന്ന് അയാൾ പുറത്താകും. ചിലപ്പോൾ ആ സീസണിൽ തന്നെ അയാൾ പുറത്താക്കും. അത് അവരുടെ ലോകത്തവർ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിൽ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന റബ്ബിന്റെ ഈ ലോകത്തിൽ ഈ കളിമൈതാനിയിൽ അല്ലാഹുവിനും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഇപ്പൊ കഴിയോ? എങ്ങനെ ജീവിക്കാൻ? എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര ആളുകൾ ഈ കാലഘട്ടത്തിലും സംശുദ്ധമായ ജീവിതം നയിക്കുന്നു. അത്രക്ക് മതി എന്ന് വിചാരിച്ചാൽ ഏത് ജീവിതവും നയിക്കാൻ കഴിയും. സർവശക്തനായ അല്ലാഹു ഒരു കളങ്കവുമില്ലാത്ത രൂപത്തിൽ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ സുഖസുന്ദരമായി പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് അവന്റെ ലോകമാണ്. ഈ ലോകത്തിൽ എന്തൊക്കെയാണ് ധരിക്കേണ്ടത് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ധരിക്കണം എന്നവൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കഴിക്കണം എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നവൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പെരുമാറണം എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ നീ എങ്ങനെയാണ് സഹവർത്തിത്വം പുലർത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റിന് കൃത്യമായി ചില ധാരണകളുണ്ട്. ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ കൃത്യമായി
കൃത്യമായി ഇത്ര മണിക്ക് വന്നിട്ടില്ലെങ്കിൽ 9 മണിയാണ് നിശ്ചയിച്ചതെങ്കിൽ 9 മണിക്ക് വന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ ഒന്നാമത്തെ ദിവസം ശാസിക്കും, രണ്ടാമത്തെ ദിവസവും ശാസിക്കും, മൂന്നാമത്തെ ദിവസം ആ കുട്ടിയെ പുറത്താക്കും, മൂന്നാമത്തെ ദിവസം ആ കുട്ടിയെ പുറത്താക്കും. ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേകമായ വസ്ത്രമുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞാൻ ധരിക്കുകയുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രമേ ഞാൻ ധരിക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾ പറയുന്ന മാനേജ്മെന്റ് പറയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളൊന്നും എനിക്ക് ധരിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ഉപ്പ ഉണ്ടാക്കുന്ന കാശ് കൊടുത്തിട്ട് എന്റെ ഉമ്മയുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നിയതുപോലെ സ്കൂളിൽ പഠിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് പറയും ഗെറ്റ് ഔട്ട്, അങ്ങനെ പഠിപ്പിക്കാനുള്ള സ്കൂളല്ല ഇത്. മാനേജ്മെന്റ് ഏത് വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നു ആ വസ്ത്രം ധരിച്ചിരിക്കണം. മാനേജ്മെന്റ് എത്ര മണിക്ക് കുട്ടി എത്തണമെന്ന് പറയുന്നു ആ സമയത്ത് എത്തിയിരിക്കണം. ചില സ്കൂളുകളിൽ ചില കോമ്പൗണ്ടുകളിൽ കയറിയാൽ പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ സംസാരിക്കാൻ പാടില്ല. മലയാളത്തിൽ സംസാരിച്ചു പോയാൽ പിന്നെ ആ കുട്ടിക്ക് പിഴയാണ്. എന്നാൽ അല്ലാഹുവിന്റെ മാനേജ്മെന്റിൽ നടക്കുന്ന ഈ ലോകമുണ്ടല്ലോ, ഈ ലോകമെന്ന ഈ സ്കൂളിലെ പഠിതാക്കളാകുന്ന കുട്ടികളാകുന്ന സ്റ്റുഡന്റുകളാകുന്ന നമ്മൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്കൊരു തീരുമാനമുണ്ട്, നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം. അതിൽ കളറല്ല വിഷയം. എങ്ങനെയായിരിക്കണം ആ വസ്ത്രം. ചില കുട്ടികളെ വസ്ത്രങ്ങളൊക്കെ കാണുന്നില്ലേ, നമ്മളെ ഉപ്പ നയിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ, നമ്മളെ ഉപ്പ നയിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ, നമുക്കെന്തേ ആ വസ്ത്രം ധരിച്ചാൽ, നമ്മളെ കാശ് കൊടുത്ത് നയിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ, നമുക്കെന്തേ ആ വസ്ത്രം ധരിച്ചാൽ. പടച്ച റബ്ബിനെ പൊരുത്തപ്പെടാത്തത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളാത്ത ഒന്ന് അവന്റെ ഭൂമി ലോകത്തിൽ വെച്ച് നിനക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ ലോകമാണിത്, അവന്റെ ലോകമാണ്. അവനിവിടെ നമ്മളെ ശിക്ഷിക്കും, അവനിവിടെ നമ്മളെ ചിലപ്പോൾ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും, ചിലപ്പോൾ അവൻ നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. അവനിക്കൊക്കെ ഇഷ്ടം, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതെല്ലാം സഹിക്കാനും പൊറുക്കാനും അവൻ പറയുന്നത് പോലെ കേൾക്കാനും ബാധ്യസ്ഥരാണ് നമ്മൾ. നമ്മളെ മക്കള് നമ്മൾ പറയും പോലെ കേട്ടിട്ടില്ലെങ്കിൽ ഉപ്പമാർക്ക് എന്തൊരു ചൂടാലേ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ, പടച്ച റബ്ബ് ഞാൻ എന്റെ മക്കൾ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളും എന്റെ മകനിക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ എന്റെ മകൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിന് എത്ര വലിയ വേവലാതിയും ആകുലതയുമാണ്. എന്നാൽ എല്ലാം നൽകുന്ന റബ്ബ്, നമുക്ക് വേണ്ടതെല്ലാ സൗകര്യങ്ങളും നൽകുന്ന റബ്ബ്, ആ റബ്ബ് പറയുന്നത് പോലെ നമുക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ റബ്ബ് എത്ര പ്രാവശ്യം നമ്മളോട് കോപിക്കണം. ഒരു ദിവസം പോലും നിനക്ക് ഭക്ഷണം തരാതെ നിന്നോ, ഒരു ദിവസം പോലും നിനക്ക് ഭക്ഷണം തരാതെ നിന്നോ, ഒരു ദിവസം പോലും നിന്നെ പടച്ച റബ്ബ് വെറുതെയാക്കിയോ, നീ ശ്വസിക്കുന്ന ഓക്സിജൻ പടച്ച റബ്ബ് പിടിച്ചു വെച്ചോ, നീ കുടിക്കുന്ന വെള്ളം റബ്ബ് പിടിച്ചു വെച്ചോ. കുട്ടി ഉമ്മ പറയുന്നത് പോലെ കേട്ടിട്ടില്ലെങ്കിൽ 4 ദിവസം ഭക്ഷണമില്ല, ഓനെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന്. എന്നാൽ പടച്ച റബ്ബ് നിന്നെ പുറത്താക്കേണ്ട കാലം എത്ര അതിക്രമിച്ചു. ചിന്തയിലേക്ക് വരിക, ഒരുപാട് ഘോരമായി പറയുകയല്ല, ഞാൻ എന്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലേക്കും അല്ലാഹുവിന്റെ ചിന്തകൾ ഇട്ട് തരികയാണ്. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് ഉണ്ടാക്കിയ ഈ സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടത്തിനൊപ്പിച്ച് ജീവിക്കണം. അതാണ് ഇസ്തിഖാമത്ത്. അല്ലാഹു പറഞ്ഞതുപോലെ ചുളിവിലൂടെ കാശുണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വഴി സ്വീകരിക്കലല്ല. സുബ്ഹാനല്ലാഹ്. എന്തിനാ നിസാരമായ ഈ ദുനിയാവിന് വേണ്ടി ഹറാമിന്റെ മുതലുണ്ടാക്കുന്നത്? അല്ലാഹു പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ നാളെ ഇന്നൊരു സുഖാണെങ്കിൽ നാളെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നൊരു സമയം വരും. പടച്ച റബ്ബ് കാക്കട്ടെ. പടച്ച റബ്ബേ, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്ക് ഞങ്ങൾ എത്തിക്കല്ലേ പടച്ചോനെ. ഞങ്ങൾ മനസ്സുകൊണ്ട് മോഹിച്ചാലും നിനക്ക് ഇഷ്ടമല്ലേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. നീ തന്നെ വിചാരിക്കണം ഞങ്ങളെ നന്നാക്കാൻ പടച്ച റബ്ബേ. ഇത് അവന്റെ ലോകമാണ്. ഈ ലോകത്തിൽ അവൻ പറയുന്നത് പോലെ അനുസരിക്കണം. നീ പറയുന്നത് പോലെ നിന്റെ ഭാര്യ അനുസരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എത്ര വലിയ പ്രയാസമാ, ബുദ്ധിമുട്ടാ. അത് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നില്ലേ എത്ര ഘട്ടങ്ങളിൽ. അപ്പോ പടച്ച റബ്ബ് എന്തെല്ലാം കാര്യങ്ങളാ നിങ്ങളോട് പറഞ്ഞത്, ആ കാര്യങ്ങളിൽ നിന്ന് നീ വിട്ടുനിൽക്കുമ്പോൾ എത്ര പ്രാവശ്യം നിന്റെ റബ്ബ് നിന്നോട് കോപിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നിനക്കുള്ള ഭക്ഷണം മുടക്കിയിട്ടുണ്ടോ മോനെ? നിനക്കുള്ള സൗകര്യങ്ങൾ അല്ലാഹു തആല പിടിച്ചു വെച്ചിട്ടുണ്ടോ മോനെ?
അല്ലാഹു തആല നമ്മളെ നന്നാക്കി തിരുമാറാവട്ടെ. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക, അതാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നല്ലദീന ഒരു വിഭാഗം ആളുകൾ ഖാലൂ അവർ പറയുന്നു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. സുമ്മസ്തഖാമൂ, എന്നിട്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ വ്യവഹാരത്തിൽ, അവരുടെ വ്യവസായത്തിൽ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, അവരുടെ ഒറ്റക്കുള്ള ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഇസ്തിഖാമത്തോടുകൂടി അവർ ജീവിക്കുകയാണ്. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചാൽ എന്താ നേട്ടമെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വരും. നമ്മൾ കാണൂല. നേർക്ക് നേരെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കണേ. നേർക്ക് നേരെ നമ്മൾ ജീവിക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന നേരത്തെ മാലാഖമാര് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ആത്മീയതയുടെ കണ്ണുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ മാലാഖമാരെ കാണാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ നിങ്ങളെ ചാരത്തേക്ക് മാലാഖമാർ ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്തേക്ക് മാലാഖമാർ കടന്നു വന്നിട്ട് അവരോട് പറയും, ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട, വിഷമിക്കണ്ട, ചെറിയ ഒരു അല്പനേരത്തേക്കുള്ള പ്രയാസം മാത്രമാണിത്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള ഒരു പ്രയാസം മാത്രമാണ്. ആ ജീവിതത്തിന്റെ അവസാനം കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്ന മറ്റൊരു ജീവിതം സുഖത്തിന്റെ ജീവിതമാണ്. വബശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, അവരോട് പറയപ്പെടും സന്തോഷിച്ചോളി. സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളി. അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് ഓരോ നിമിഷത്തിലും വിഷമിക്കുമ്പോൾ മാലാഖമാര് നമ്മുടെ അടുത്തേക്ക് വന്ന് പറയും. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഓരോ ഘട്ടത്തിലും മാലാഖമാർ ഇറങ്ങുമെന്നുള്ളതാണ്. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, ഞാൻ എന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി പലിശ മുതലിന്റെ പിന്നാലെ പോകില്ല. ആളെ പറ്റിച്ചുകൊണ്ടുള്ള സമ്പാദ്യം ഞാൻ ഉണ്ടാക്കില്ല. ആളെ ഞാൻ കളവ് പറഞ്ഞ നുണ പറഞ്ഞിട്ടും ഉണ്ടാക്കുന്ന സമ്പ്രദായത്തിലൂടെ സമ്പത്തുണ്ടാക്കി വലിയ വലിയ മണിമാളികകൾ ഞാൻ പണിയുന്നതല്ല. അപ്പോഴൊക്കെ ചിലപ്പോൾ നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും. അപ്പോഴൊക്കെ മാലാഖമാര് നിന്നോട് പറയും, വിഷമിക്കണ്ട, പ്രയാസപ്പെടേണ്ടതില്ല, സ്വർഗമുണ്ട് മോനെ, നിനക്ക് സ്വർഗമുണ്ട്. ചില മുഫസ്സിരീങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ മാലാഖമാര് പറയുമെന്നാണ്. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് മരിക്കുന്ന നേരത്ത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച മനുഷ്യന്റെ അടുത്തേക്ക് മാലാഖമാര് കടന്നു വന്നിട്ട് പറയും, അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, പേടിക്കണ്ട, അതിനിങ്ങനൊന്നും ജീവിച്ച പോലെ ജീവിതം കുറച്ച് മാറണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ കാലം കഴിയുന്നിടത്തോളം രോഗം കൂടി എന്നല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. രോഗം കൂടി ചെറുപ്പത്തിൽ നമുക്കൊന്നുമില്ല. കുറച്ച് ഒരു 30-40 വയസ്സാകുമ്പോഴേക്കും ഉസ്താദ് ഷുഗറായി, പ്രഷറായി, അതായി. ഈമാൻ എന്ത് വർധന. നീ 10ാമത്തെ വയസ്സിലാകുമ്പോൾ ഖുർആൻ ഓതിയതിനേക്കാൾ കൂടുതൽ ഖുർആൻ നിനക്ക് ഓതാൻ കഴിയുന്നുണ്ട്. നിന്റെ ഇബാദത്ത് എത്രയായി. പടച്ചറബ് നല്ല മനസ്സ് തരട്ടെ. ഇതിന് ഏറ്റവും പ്രധാനം എന്താണെന്നറിയാം, വേണ്ടത് നല്ല മനസ്സ്. പടച്ചോനുണ്ട് എന്നുള്ളൊരു ബോധം വേണം. അപ്പോഴാണ്, അതിനാണ് മനസ്സ് വേണ്ടത്. പടച്ചോനുണ്ട്, എല്ലാ കണക്കും ബോധിപ്പിക്കണം. ആ മനസ്സ് കിട്ടിയാൽ പടച്ചോനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അതാണ്. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. പടച്ച റബ്ബേ, ഖൽബൊന്ന് ശരിയാക്കി തന്നെ. പടച്ചോനെ, ഖൽബ് ശരിയായോ ഒക്കെ റെഡിയായി.
അവൻ എങ്ങനെ ജീവിക്കുന്നു, ഇവൻ എങ്ങനെ ജീവിക്കുന്നു, അവനിക്ക് എത്ര ഫ്ലാറ്റ് ഉണ്ട്, അവനിക്ക് എത്ര സ്ഥലമുണ്ട്, അവനിക്ക് എന്തെല്ലാം ബിസിനസ് ഉണ്ട്, അതൊന്നും നോക്കണ്ട. എന്തിനാ അത് നോക്കുന്നത്? എനിക്ക് നാളെ അവിടെ എത്രയുണ്ട് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പടച്ചറബ് ബോധം നൽകുമാറാവട്ടെ. പടച്ചറബേ, നിന്നെ മനസ്സിലാക്കാനും നിന്നിലേക്ക് എത്തുവാനുമുള്ള നല്ല മനസ്സ് നീ ഞങ്ങൾക്ക് പാകപ്പെടുത്തി തരണമേ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് ഒരാളെ കണ്ടു, ഒരു വയസ്സായ ഒരാളെ കണ്ടു. വയസ്സായ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, എത്ര വയസ്സായി? വയസ്സായ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, എത്ര വയസ്സായി? അപ്പൊ പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. 60 വയസ്സായി. 60 വയസ്സായി എന്ന് പറഞ്ഞപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, 60 വയസ്സായോ? നിങ്ങൾ 60 കൊല്ലം ഇപ്പോ ഖബറിലേക്ക് നടന്നടുക്കുകയായിരുന്നല്ലോ. നിങ്ങൾ 60 കൊല്ലവും മരണത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കുകയായിരുന്നല്ലോ ഈ 60 കൊല്ലവും എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് പറഞ്ഞപ്പോ ഇയാളെ ഖൽബിന്റെ ഉള്ളിലേക്ക് ഒളിയമ്പ് പോലെ അതങ്ങട്ട് പോയി തറച്ചു. അയാൾക്ക് അപ്പ ബോധം വന്നു, പടച്ചോനെ ശരിയാണല്ലോ ഫുളൈൽ പറഞ്ഞത്, 60 കൊല്ലവും ഞാൻ ഖബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ഐസുകട്ട പോലെയാണ് മനുഷ്യന്റെ ജീവിതം, ഓരോ നിമിഷത്തിലും മലിഞ്ഞു പോകുന്നു. എത്ര ബോധം ഉണ്ടായാലും പിന്നെയും എത്ര സമ്പത്തുണ്ടായാലും തിരിച്ച് വാങ്ങാൻ കഴിയാത്തൊരു മുതലുണ്ടെങ്കിൽ അത് വയസ്സായ. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കണം, പടച്ചവന്റെ മാർഗത്തിൽ ചെലവാക്കണം. മക്കൾക്ക് തിന്നാനല്ല, മക്കൾക്ക് തിന്നാൻ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ മക്കൾ ഉണ്ടായിക്കോളും. നമ്മൾ ആരാധനയിൽ പടച്ചറപ്പിന് വേണ്ടി ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറഞ്ഞു, എത്ര വയസ്സായി? 60 വയസ്സായി. ഈ 60 വയസ്സും നിങ്ങൾ ഖബറിലേക്ക് നടന്നടുക്കുകയായിരുന്നല്ലോ. ഈ 60 വയസ്സും ഈ 60 വർഷവും നിങ്ങൾ ഖബറിലേക്ക് നടന്നു പോകുകയായിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ഇയാൾക്ക് ബോധോദയം വന്നത്. അപ്പം തന്നെ അയാൾ തലക്ക് കൈവച്ചിട്ട് പറഞ്ഞത്രേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്. എന്തെങ്കിലും വിഷമങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വന്നാൽ മുഅ്മിനീങ്ങൾ പറയേണ്ട വാക്കാണ് ഇന്നാ ലില്ലാഹ്, ഇന്നാ ലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞപ്പോൾ ഫുളൈൽ ചോദിച്ചു, യാ ശൈഖ്, ഓ വൃദ്ധനായ മനുഷ്യ, അതദ്രി മഅനാ ഖൗലിക ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അറിയോ ഇതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോഴാണ് ആ ശൈഖ് പറഞ്ഞത്, അതെ എനിക്കറിയാം. അതിന്റെ അർത്ഥം അന അബ്ദുല്ലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ സ്വത്താണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അന അബ്ദുല്ലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ സ്വത്താണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുക്കുള്ളതാണ് ഞാൻ അല്ലാഹുക്കുള്ളതാണെങ്കിൽ പിന്നെ എനിക്ക് എന്റെ ശരീരത്തിൽ അല്ലാഹുക്ക് എന്തും ചെയ്യാം. എന്നെ കഷ്ടപ്പെടുത്താം, എന്നെ ശിക്ഷിക്കാം, എന്തും ചെയ്യാം. നമ്മൾ അല്ലാഹുവിന്റെ സ്വത്താണ്. നമുക്കൊരു കാറുണ്ടെങ്കിൽ ആ കാർ എവിടെയൊക്കെ കൊണ്ടുപോകണം നമുക്ക് തീരുമാനിക്കാം. അത് അയൽവാസി തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ എന്ത് കെട്ടണം എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അതുപോലെ ഞാൻ അല്ലാഹുവിന്റെ സമ്പത്താണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് എന്റെ റബ്ബിനിക്ക് എന്തും എന്നിൽ ചെയ്യാം. ഇന്നാ ലില്ലാഹി അന അബ്ദുല്ലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വ ഇന്നി റാജിഉൻ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവനാണ്. ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവനാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഫുളൈൽ അവിടെ തന്നെ പിടിച്ചു. ഫുളൈൽ ഇബ്നു ഇയാദ് ആ മനുഷ്യന്റെ മനസ്സിനെ അല്ലാഹുവിലേക്ക് ലയിപ്പിക്കുന്നത് നോക്കിക്കോ. നിങ്ങൾ 60 വയസ്സ് വരെ റബ്ബിലേക്ക് തിരിയാതെ പോയ മനുഷ്യനെ 60ാമത്തെ വയസ്സിൽ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ആ മനുഷ്യനെ റബ്ബിലേക്ക് കൊണ്ടുപോകുന്ന രൂപം നിങ്ങൾ നോക്കിക്കോ. ഫുളൈൽ ഇബ്നു ഇയാദ് അയാളോട് ചോദിക്കുകയാണ്, ഇദാ അലിംത അന്നക അബ്ദുല്ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ വന്നക റാജിഉൻ ഇലൈഹി, ആ റബ്ബിലേക്ക്
റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവനാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ റബ്ബിലേക്ക് പോകാനുണ്ട്, അല്ലാഹുവിലേക്ക് എല്ലാവരും പോകും. കഴിഞ്ഞ വർഷം ഒരു പക്ഷേ ഇവിടെ ഒരുമിച്ച് കൂടിയവർ ഇന്ന് പള്ളിക്കാട്ടിൽ നമുക്ക് മുമ്പേ റിസർവായി പടച്ച റബ്ബ് അവരുടെ ഖബർ ജീവിതം സുഖത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളും പോയി കിടക്കേണ്ട സ്ഥലം അല്ലാഹു തആല നല്ലവരുടെ ചാരത്ത് പോയി കിടക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. إذا علمت أنك عبد لله وأنك راجع إليه നിങ്ങൾ മനസ്സിലാക്കണം. ഇദാ അലിംത നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നക അബ്ദുല്ലില്ല നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വഅന്നക റാജിഉൻ ഇലൈഹി അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഫഅലം നിങ്ങൾ അറിഞ്ഞോ അന്നക ബൈനഹു നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. പടച്ചോന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ പടച്ചോന്റെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വരും. പടച്ചോന്റെ മുന്നിൽ കയ്യും കെട്ടി നിങ്ങൾ നിൽക്കേണ്ടി വരും. ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. സർവലോക ജഗതിയന്താവായ അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാ വസ്തുക്കളുടെയും കണക്ക് പറയാൻ നിൽക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഫഅലം അറിയണം അന്നക ബൈനഹു മൗഖൂഫ് അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. വഇദാ അലിംത നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അന്നക ബൈനഹു മൗഖൂഫ് നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഫഅലം നിങ്ങൾ മനസ്സിലാക്കണം അന്നക മസ്ഊൽ നിന്നാൽ വെറുതെ നിൽക്കാൻ വിളിക്കുന്നതല്ല അല്ലാഹ്, ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ വിളിക്കുന്നതാണ്, നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അന്നക മസ്ഊൽ നീ മസ്ഊല. അറബികൾ പറഞ്ഞു നീ മസ്ഊല നിന്നെ കുറിച്ച് ചോദിക്കും, നിന്നോട് ചോദിക്കും. നിന്നെ വെറുതെ നിന്റെ ചുറുക്ക് കാണാൻ വിളിക്കുന്നതല്ല, നിന്റെ സൗന്ദര്യം കാണാൻ വിളിക്കുന്നതല്ല. നീ റബ്ബിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആ റബ്ബിന്റെ മുന്നിൽ നീ നിൽക്കേണ്ടി വരുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആ നൃത്തം ഒരു ചോദ്യം ചെയ്യാനുള്ളത്, അത് ചോദ്യം ചെയ്യാനുള്ള നൃത്തമാണ്. എന്നാൽ ഫൈദാ അലിംത അന്നക മസ്ഊൽ നിന്നെ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ നിർത്തും എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഫഅഇദ്ദ സുആല ജവാബാ ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തിക്കോ മോനെ. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഭക്ഷണാവാത്ത രൂപത്തിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം നിനക്ക് ഉത്തരം പറയാൻ കഴിയണം. രാത്രി ആരുമില്ലാത്ത നേരത്ത് വിളക്കടച്ചിട്ട് നീ ചെയ്ത പ്രവൃത്തികൾ അല്ലാഹു കണ്ടിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്ന സമഅ നിന്റെ കേൾവി വൽ ബസറ നിന്റെ കാത് നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും വൽ ഫുആദ നിന്റെ ഹൃദയം കുല്ലു ഉലൈക അതെല്ലാം കാന അൻഹു മസ്ഊല റബ്ബിനോട് നിനക്ക് മറുപടി പറയേണ്ടി വരും. അതിനെക്കുറിച്ചെല്ലാം ചോദ്യമുണ്ട്. എത്ര നേരമാ നീ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര നേരമാ നീ മോശപ്പെട്ട പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എത്ര നേരമാ ഗീബത്തും ഫിത്നയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം റബ്ബിന്റെ മുന്നിൽ നിന്നോട് ചോദ്യം ചെയ്യാതെ കൃത്യമായ മറുപടി പറയാതെ നിന്നെ റബ്ബ് വിടുന്നതല്ല. നീ ഓർത്തുകൊള്ളണേ എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ വന്യവയോധികനായ മനുഷ്യനോട് പറഞ്ഞപ്പോ അയാളെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എന്നാൽ ഫമൽ ഹീല വയസ്സായി, ഒരുപാട് വയസ്സായല്ലോ, എന്തൊക്കെയോ ചെയ്ത് ജീവിച്ചു, ഒരുപാട് വയസ്സായി, ഇപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത്. ഫമൽ ഹീല ഇനി രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി എനിക്ക്? ഇനി രക്ഷപ്പെടാൻ എനിക്ക് എന്തുണ്ട് വഴി? അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി.
പടച്ച റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സലാത്ത് ഹബീബായ മുത്ത് റസൂലിന്റെ സവിധത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. എന്തുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം? ഫമൽ ഹീല, എന്തുണ്ട് ഫുളൈലെ രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം? അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അതെന്ന വഴി. പടച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നീ ചെയ്തു പോയ ദോഷങ്ങൾ മുഴുവനും അല്ലാഹുവിനോട് പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. നീ ചെയ്തു പോയ ദോഷങ്ങൾ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ എല്ലാം റബ്ബിനോട് നീ പൊറുക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ പൊറുക്കാൻ ആവശ്യപ്പെട്ടാൽ കഴിഞ്ഞു പോയതെല്ലാം അല്ലാഹു നിനക്ക് പുറത്തു തരികയും ഇനിയുള്ള ജീവിതത്തിൽ അല്ലാഹു നിനക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തൗബ ചെയ്തു മടങ്ങണം, റബ്ബിലേക്ക് മടങ്ങണം. എല്ലാ കാര്യത്തിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിനെ പേടിച്ച് ഒരു അണുപോലും വ്യതിചലിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അതാണ് ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളായി മാറാൻ നമ്മൾ ചെയ്യേണ്ടത്. സർവശക്തനായ അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാവട്ടെ. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി. ഇനി ഞാനൊന്നും നന്നാവുന്നില്ല എന്നാൽ നമുക്ക് പരാജയമാണ്. ആത്മാവ് ശുദ്ധീകരിച്ച ആള് മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആൻ സത്യമല്ലേ? എല്ലാവരും പറയും സത്യമാണ്. ഖുർആൻ എല്ലാം സത്യമാണ്. എല്ലാവരും പറയും, ആണും പറയും പെണ്ണും പറയും കുട്ടികളും ഖുർആൻ സത്യം. എന്നാൽ ഖുർആനിൽ ഒരു വാക്കുണ്ട്, ഖദ് അഫ്ലഹ മൻ തസക്ക. ഹൃദയം നന്നായ ആളെ വിജയിക്കും. ഹൃദയം ആരെയും നന്നായിട്ടില്ലെങ്കിൽ പരാജയം. പടച്ച റബ്ബ് നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ദോഷങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക. ആളെ പറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, മോശമായി പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ ദുനിയാവ് കെട്ടിപ്പിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഉള്ളിൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിന്നെ മാത്രമല്ല ഒരു സമൂഹത്തിനെ തന്നെ അല്ലാഹു തആല അതുകൊണ്ട് ശിക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഇസ്തിഖാമത്തിലായി ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ മുൻകദിർ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു ദർസ് ചൊല്ലിക്കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പണിയുണ്ടായിരുന്നു. ഒരു ചെറിയ തൊഴിലൊക്കെ മനുഷ്യന് പറ്റാം. പക്ഷെ അവിടെയൊക്കെ ഹറാം ഏത് ഹലാൽ ഏത് എന്ന തിരിച്ചറിവുണ്ടാവണം. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും നടക്കാം. അതിന് ഏതെങ്കിലും രൂപത്തിൽ ഒരു മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. പടച്ച റബ്ബ് അതൊക്കെ ചോദ്യം ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ തൊഴിൽ എന്താണെന്നറിയോ? 5ഉം 10ഉം ദീനാറുകൾക്ക് തന്റെ ഗസ്റ്റ് ഹൗസുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു തൊഴിലുണ്ടായിരുന്നു. ചെറിയ കല്ലുകൊണ്ട് കെട്ടിയ ചെറിയ റൂമുകൾ. ഇത് ആളുകൾക്ക് 5 ദീനാറിനും 10 ദീനാറിനും ഇങ്ങനെ മുപ്പര് പിന്നെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു. ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ഒരാളാണ്. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു റൂം വേണം. ഞാൻ ചെറിയ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുറച്ച് ദിവസം താമസിക്കണം. അതുകൊണ്ട് എനിക്ക് റൂം വേണം. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു റൂം കൊടുത്തു. അയാളോട് 10 ദീനാർ വാങ്ങി 10 ദീനാർ വാങ്ങിയിട്ട് കയ്യിൽ വെച്ചു. ഈ സഹോദരൻ സാധനങ്ങളൊക്കെ അയാളുടെ റൂമിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് എവിടെയോ അയാളുടെ ആവശ്യത്തിന് വേണ്ടി അയാൾ നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു തന്റെ ഗസ്റ്റ് ഹൗസ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോ ഗസ്റ്റ് ഹൗസിൽ നേരത്തെ താൻ കൊടുത്ത അറാബിക്ക് കൊടുത്ത ഗസ്റ്റ് ഹൗസ് 5 ദീനാറിന്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. വാങ്ങിയത് 10 ദീനാർ. 5 ദീനാറിന്റെ ഗസ്റ്റ് ഹൗസാ കൊടുത്തത്. നമ്മളെന്താ വിചാരിക്കുക? ആ ചങ്ങായി ചോദിക്കാണ്ട് പോയല്ല, ഇരിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. എവിടെ
പോയി കാത്തിരിക്കാം. വൈകുന്നേരം അയാൾ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ കാര്യങ്ങൾ പറയാം. എന്നാൽ അത് കൂട്ടാക്കിയില്ല. അതിന്റെ മുമ്പ് എന്റെ റബ്ബെന്നെ വിളിച്ചാൽ ആരാണ് ഇതിന് ഉത്തരം പറയുക? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാത്തിന്റെയും മസ്ഊലാവുകയാണല്ലോ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങാനും അയാൾ തിരിച്ചു വരുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ ദിനാറിന്റെ റൂം കൊടുത്തിട്ട് 10 ദിനാർ വാങ്ങിയത് വലിയ അപാകതയായി പോയി. ഞാൻ എന്റെ റബ്ബിനോട് മറുപടി പറയേണ്ടതില്ലേ? കരഞ്ഞുപോയി മുഹമ്മദ് ബിൻ മുൻകദിർ. വലിയ ഭാരം ചുമന്നുകൊണ്ട് ഓടുന്നത് പോലെ ഓടുകയാണ്. നടു റോട്ടിലൂടെ ഓടുകയാണ്. മുഹമ്മദിന്റെ റൂം വാങ്ങിയ അഅറാബി ആരാണ്? എവിടെയെങ്കിലും അയാളുണ്ടോ എന്ന് തിരഞ്ഞു നടക്കുകയാണ്. ഒരു അഅറാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ മോനെ, ഒരു സഹോദര, വരൂ. ഞാൻ നിങ്ങൾക്ക് നൽകിയ റൂം 5 ദീനാറിന്റെ റൂമാണ്. പക്ഷേ നിങ്ങളോട് ഞാൻ വാങ്ങിയത് 10 ദീനാറാണ്. മൂന്നാലൊരു കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്നിരിക്കൽ എന്നിൽ നിന്ന് 5 ദീനാർ നിങ്ങൾ തിരിച്ചു വാങ്ങണം. സുബ്ഹാനല്ലാഹ്. 5 ദീനാർ നിങ്ങൾ എന്നിൽ നിന്ന് തിരിച്ചു വാങ്ങണം. നിങ്ങൾ എന്നിൽ നിന്ന് 5 ദീനാർ തിരിച്ചു വാങ്ങാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ 5 രൂപയുള്ള 10 ദീനാറുള്ള റൂമിലേക്ക് മാറണം. ഒന്നിരിക്കൽ 5 രൂപ തിരിച്ചു വാങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് 10 രൂപയുള്ള റൂമിലേക്ക് മാറണം. അല്ലെങ്കിൽ നിങ്ങളുടെ 5 രൂപയും 10 രൂപയും എനിക്ക് വേണ്ട. എന്റെ റൂം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾ സ്ഥലം കാലിയാക്കണം. നമ്മളെന്താ പറയാ? ഏറ്റവും മിനിമം നമ്മൾ പറയും നീ 5 രൂപ എനിക്ക് പൊരുത്തപ്പെട്ടാൽ അങ്ങനെയെങ്കിലും ചുരുക്കം. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ പറയുകയാണ്, നീ 10 ദീനാറിന്റെ റൂമിലേക്ക് മാറണം. അല്ലെങ്കിൽ 5 ദീനാർ എന്നിൽ നിന്ന് സ്വീകരിക്കണം. അല്ലെങ്കിൽ നീ എന്റെ റബ്ബിന്റെ മുന്നിൽ ഒരു വലിയ കുറ്റവാളിയാക്കി മാറ്റരുത്. നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിക്കോ. നിന്റെ 5 രൂപ ഇതാ, അല്ലെങ്കിൽ 10 ദീനാർ ഇതാ, നീ പിടിച്ചോ, നീ പോയിക്കോ, സലാമത്താക്കണേ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങളോട് ആ സഹോദരൻ 5 ദീനാർ തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞു, ശരി ഞാൻ 5 ദീനാറിന്റെ റൂമിൽ താമസിച്ചുകൊള്ളാം. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ പോയപ്പോ ആളുകളോട് ഇയാൾ ചോദിച്ചു, ആരാ പോയ മനുഷ്യൻ? അയാൾ മുഹമ്മദ് ബിൻ മുൻകദിറാണ്. ഈ നാട്ടിൽ അറിയപ്പെട്ട സൂഫിയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോഴാണ് ഈ അഅറാബിയായ മനുഷ്യൻ പറയുന്നത്, നമ്മുടെ നാടുകളിൽ വെള്ളം കിട്ടാൻ കാരണം ഇതുപോലത്തെ സൂഫിയായ നല്ല മനുഷ്യന്മാർ ജീവിക്കുന്നത് കൊണ്ടാണ്. മരുഭൂമിയിൽ വെള്ളം കിട്ടാൻ കാരണം ഇതുപോലത്തെ തങ്കക്കുടങ്ങളായ സംശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായ ആ മഹാമനീഷിമാർ ജീവിക്കുന്നത് കൊണ്ടാണ്. ജീവിക്കാൻ കഴിയും, എങ്ങനെയും ജീവിക്കാൻ കഴിയും, ഏത് കാലത്തും ജീവിക്കാൻ കഴിയും. സർവശക്തനായ അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലരാത്ത സമ്പത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ബിസിനസ് അല്ലാഹു തആല അല്ലാഹുവിന് ഇഷ്ടമുള്ള ബിസിനസ് ആക്കി തരുമാറാവട്ടെ. അല്ലെങ്കിൽ കുടുംബം പടച്ചോനെടുത്ത് കുടുംബം പടച്ച റബ്ബ് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് നിൽക്കേണ്ടതുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചിരിച്ച് കളിച്ചിങ്ങനെ ഒരു വല്ലാതെ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ചിരിച്ച് കളിച്ച് രമിച്ച് കളിക്കുന്ന ഒരു സഹോദരനെ കണ്ടു. വല്ലാതെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കളിക്കുന്നത് പോലെ വല്ലാത്തൊരു കളി കളിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഹസനുൽ ബസ്രി ചോദിച്ചു, എന്തിനാ മോനെ ചിരിക്കുന്നത്? ഖബറിൽ രക്ഷപ്പെടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ മോനെ? മഹ്ശറയിൽ രക്ഷപ്പെടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ മോനെ? സക്കറാത്തിന്റെ നേരത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ മോനെ? മഹ്ശറയിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമോ മോനെ? അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടോ മോനെ എന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ഹസനുൽ ബസ്രി ചോദിക്കേണ്ട താമസം അതിനുശേഷം പിന്നെ ആ ചെറുപ്പക്കാരൻ ചിരിക്കുന്നതായി കണ്ടിട്ടില്ല എന്ന് മഹാന്മാരുടെ ഉദ്ധരവിൽ കാണുന്നു. ചില ആളുകൾ കൊടുക്കുന്ന മെസ്സേജുകൾ
തലക്കങ്ങോട്ട് കേറിയാലുണ്ടല്ലോ, തലക്കങ്ങോട്ട് കേറിയാൽ അവര് പിന്നെ അള്ളാഹുലേക്ക് ലയിച്ചു പോകും. അള്ളാഹു അത്തരം ഉപദേശങ്ങൾ നൽകുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. ഈ ദുനിയാവ് നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നെഞ്ഞുവേദന വന്ന പോയി, കാര്യം പോയി. പിന്നെ കിട്ടുന്നതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കില്ല നമ്മുടെ മക്കൾക്ക്. അവര് തിന്നിട്ടല്ലേ, അവര് തിന്നിട്ടല്ലേ നമുക്ക് രക്ഷപ്പെടാൻ എന്തുണ്ടാക്കി എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. നല്ല മനസ്സിന്റെ ഉടമകൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ മാലിക് ബിൻ ദിനാർ തങ്ങൾ ഇവിടെ കിടക്കുന്ന മാലിക് ദിനാർ അല്ല, മഹാനായ മാലിക് ദിനാർ തങ്ങളോട് തന്റെ മകൾ വന്നിട്ട് ചോദിച്ചു, മാലിക് ദിനാർ തങ്ങളോട് ഉപ്പയോട് വന്ന് ചോദിച്ചത്രേ, ഉപ്പ ഉറങ്ങുന്നില്ലല്ലോ, ആളുകളൊക്കെ ഉറങ്ങുന്ന നേരത്ത് ഉപ്പാക്ക് ഉറക്കം വരുന്നില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും ഉപ്പയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉപ്പയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങും, ഉപ്പ ഉറങ്ങുന്നില്ലല്ലോ. ഉപ്പ നമ്മൾ എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടി ഉറക്കൊഴിഞ്ഞിട്ട് എവിടെയെല്ലാം പോകുന്നുണ്ടല്ലേ, പടച്ചോന് വേണ്ടി ഉറക്കൊഴിഞ്ഞു നമ്മൾ ഈ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി എവിടെയെല്ലാം ഉറക്കൊഴിഞ്ഞിട്ട് തിരുവനന്തപുരം, ഡൽഹി, എല്ലായിടത്തും പോവേണ്ടതാണ്. പക്ഷേ നീ നിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം ഒരു കൊച്ചു നേരം നിനക്ക് ഉറക്കൊഴിയാൻ സാധിച്ചിട്ടുണ്ടോ? ഉപ്പാ ലാ തനാമു വന്നാസു യനാമൂൻ. ആളുകളൊക്കെ ഉറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്തേ ഉപ്പ ഉറങ്ങാത്തത്? അപ്പോഴാണ് മഹാനായ മാലിക് ദിനാർ പറഞ്ഞത്, ഇന്നന്നാര ലാ തദഉ അബാക യനാം. മോളെ, നരകം ഉപ്പാന് ഉറങ്ങാൻ വിടുന്നില്ല മോളെ. നരകത്തെ കുറിച്ച് ഓർക്കുമ്പോ ഉറങ്ങാൻ തോന്നുന്നില്ല മോളെ. ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. വെറും ഭൗതികമായ ജീവിതത്തിന്റെ പിന്നാലെ പോയി കടന്നുറങ്ങുക, രാവിലെ മുഴുവനും തിന്നുക, രാത്രി ഉറങ്ങുക, നാക്കാലികളെ പോലെ ജീവിച്ചാൽ അവരെ പോലെ തന്നെ നമുക്ക് മഹ്ശറിൽ കഴിഞ്ഞുകൂടാൻ കഴിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഒരു ദുആ സമ്മേളനം നടക്കാറുണ്ട്. അതിന്റെ പുറമെ നമ്മുടെ ചീരണി വിതരണങ്ങളൊക്കെ നടക്കാറുണ്ട്. സുദീർഘമായി ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. എല്ലാ കൊല്ലവും അവസാനത്തെ വഅദ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറത്തെ ഉപദേശമാണ്. ചില കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വര്യനാണ്. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ ഹാത്തിമുൽ അസമിനോട് ചോദിക്കുകയാണ്, ഹാത്തിമേ, എത്ര കാലമായി നീ എന്റെ കൂടെ കൂടിയിട്ട്? എത്ര കാലമായി നീ എന്റെ കൂടെ കൂടിയിട്ട്? മുൻദു കം സഹിബതനി, നീ എത്ര കാലമായി എന്റെ കൂടെ കൂടിയിട്ട്? എത്ര കാലായി എന്റെ കൂടെ പഠിക്കാൻ കൂടിയിട്ട്? അപ്പോഴാണ് ഹാത്തിമുൽ അസം എന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് ശിഷ്യൻ പറയുന്നത്, മുൻദു സലാസത്തിൻ വ സലാസീൻ, 33 കൊല്ലായി. 33 കൊല്ലമായി ഞാൻ നിങ്ങളെ കൂടെ കൂടിയിട്ട്. ഉസ്താദിന്റെ കൂടെ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് 33 കൊല്ലമായി. ശഖീഖുൽ ബൽഖി ചോദിക്കുകയാണ്, ഫമാദാ തഅല്ലംത മിന്നീ, ഇത്ര കാലവും നീ എന്നിൽ നിന്ന് എന്താണ് പഠിച്ചെടുത്തത്? എത്ര ഇൽമാണ് നീ പഠിച്ചെടുത്തത്? എന്തെല്ലാം കാര്യമാണ് പഠിച്ചെടുത്തത്? അതാണ് നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്. 7 ദിവസത്തെ വഅദ് വെച്ചിട്ട് എന്താണ് നമ്മൾ പഠിച്ചത്? 7 ദിവസത്തെ വഅദ് വെച്ചിട്ട് അതിൽ ഒരു ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു ഇൽമ് 7 കൊല്ലത്തെ വഅദ് വെച്ചിട്ട് ഈ ഉപദേശത്തിൽ ഒരൊറ്റ ഇൽമ്, ഇതെല്ലാം ഒരു മാമൂലല്ലേ? എല്ലാ സ്ഥലങ്ങളിലുമുള്ള വഅദുകൾ ഒരു മാമൂലല്ലേ? 7ഉം 10ഉം 20ഉം ദിവസങ്ങൾ വഅദ് വെച്ചാൽ ഒരൊറ്റ ഉപദേശം ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അല്ലാഹു തആല ഉപദേശങ്ങൾ ഫലിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ഹാത്തിമുൽ അസമിനോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ശിഷ്യ, നിങ്ങൾ എന്നിൽ നിന്ന് മാദാ തഅല്ലംത മിന്നീ, എന്നിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചെടുത്തത്? എത്ര മസലയാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചത്?
അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ പറയുന്നത്, സമാനിയ മസ്അല, ഞാൻ 8 മസ്അലയെ പഠിച്ചിട്ടുള്ളൂ. 8 മസ്അല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 33 കൊല്ലം എന്റെ കൂടെ കൂടിയിട്ട് നീ 8 മസ്അലയെ പഠിച്ചിട്ടുള്ളൂ. 7 ദിവസം വയത് വെച്ചാ പിന്നെ എത്രയാ പഠിക്കേണ്ട ഉസ്താദേ? 33 കൊല്ലം കൂടിയിട്ട് മൂപ്പര് 8 പഠിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കും. 33 വർഷം കൊണ്ട് 8 മസ്അലയാണ് പഠിച്ചത്. മഹാനായ ഉസ്താദ് ചോദിക്കുന്നു, എന്നാൽ ആ 8 മസ്അലകളിൽ നീ പഠിച്ച മസ്അല ഏതാണ്? നീ പഠിച്ച മസ്അലകളൊന്ന് പറഞ്ഞതാ. അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ പറയുന്നത്, നളറതു ഫീ ഖൗലില്ലാഹ്, ഉസ്താദേ അങ്ങ് എന്നെ പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഖൗലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഏതാണ് അല്ലാഹുവിന്റെ ഖൗല്? ഫമൻ ഖാഫ മഖാമ റബ്ബിഹി ഫനഹൽ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഈ ആയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മഖാം, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി, ഫനഹൻ നഫ്സ, എന്നിട്ട് അവന്റെ ഖൽബിനോട് അവൻ വിരോധിച്ചു, അനിൽ ഹവാ, അവനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വിരോധിച്ചു. അവൻ എന്തൊക്കെയോ ചിന്തിക്കുന്നു, ആ കാര്യങ്ങൾ അല്ലാഹുവിന്റെ മഹത്വത്തെ ഓർത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന് പേടിച്ചുകൊണ്ട്, അല്ലാഹു വലിയവനാണല്ലോ, അല്ലാഹുവിന്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട് സ്വന്തം ശരീരത്തിന് ഇഷ്ടമുള്ള പല കാര്യങ്ങളുമുണ്ട്, ആ കാര്യങ്ങളൊക്കെ ശരീരത്തിനോട് അവൻ വിരോധിച്ചു. ഫനഹൻ നഫ്സ അനിൽ ഹവാ. എന്തെല്ലാം ഇഷ്ടങ്ങളാണ് മനുഷ്യനിക്ക്. ആ പോകുന്ന പെണ്ണിനെ ഒന്ന് നോക്കണം, ആ ഹറാമായ മുതലൊന്ന് കഴിക്കണം, ആ രൂപത്തിൽ അവനോട് പെരുമാറണം, അവനെ തല്ലണം, അവനെ കൊല്ലണം, അവനുമായി യാതൊരു ബന്ധവും ഉണ്ടാക്കാൻ പാടില്ല. ആ പെണ്ണിനെ പിഴപ്പിക്കണം, അല്ലെങ്കിൽ ആ ചെറുക്കനെ എന്റെ കാമുകനായി കിട്ടണം. ഇങ്ങനെ എന്തെല്ലാം മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ വരുന്നുവോ, ആഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിന്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട് സ്വന്തം ശരീരത്തിനോട് തടഞ്ഞു നിർത്തി, ശരീരമേ വേണ്ട, അത് അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ശരീരത്തിനെ മാറ്റി നിർത്തുന്നവൻ ആരുണ്ടോ? ഫൈനൽ ജന്നത ഹിയൽ മഅവാ, അവനിക്കാണ് സ്വർഗമെന്നുള്ളതായ അഭയകേന്ദ്രമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തന്നല്ലോ. ആ ആയത്തിനെ ഞാൻ ഓർത്തു നോക്കി, ആ ആയത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് ചിന്തിച്ചു. എന്താ ആയത്ത്? അല്ലാഹുവിന്റെ മഹത്വത്തെ ഒരാൾ പേടിച്ചാൽ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന് ഒരാൾ പേടിച്ചാൽ, അല്ലാഹുവിന്റെ മഹത്വത്തിന് മനസ്സിൽ ഉൾക്കൊണ്ടാൽ, എന്നിട്ട് അവന്റെ ശരീരത്തിനോട് അവൻ തടഞ്ഞു നിർത്തി, ശരീരത്തിനോട് പറഞ്ഞു, ശരീരമേ ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യരുത്. അനിൽ ഹവാ, അവനക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആളെ പറ്റിക്കാം, ആരും അറിയാതെ ഗൾഫിൽ പോയിട്ട് പലിശക്ക് കൊടുക്കാം, ആരും അറിയാതെ അറബിയെ തോപ്പിക്കാം, ഇതൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്റെ റബ്ബ് കാണും എന്ന ബോധം കൊണ്ട് അതിൽ നിന്നെല്ലാം അവൻ മാറി നിന്നു. ഈ ഒരു ആയത്ത് എന്റെ മനസ്സിലിട്ട് ഇങ്ങനെ കളിച്ചപ്പോ മഹാനായ ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസം തങ്ങൾ പറഞ്ഞു, എന്താ ഞാൻ മനസ്സിലാക്കി, അത് ശരിയായ ഒരു വർത്തമാനം, ആ പറഞ്ഞത് ശരിയായ വർത്തമാനമാണ്. അങ്ങനെ അല്ലാഹു പറഞ്ഞ ഒരു വാക്കാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ശരീരത്തിനെ മെനക്കെടിപ്പിച്ചു, നീ അതിൽ നിന്ന് പിന്മാറി. നിന്റെ വാട്സ്ആപ്പ് ഇങ്ങനെ തുറന്നപ്പോ, ആ തുറന്ന നേരത്ത്, നിന്റെ നെറ്റ് തുറന്ന നേരത്ത് ഏതോ അർദ്ധനഗ്നതയുള്ള ഒരു പെണ്ണിന്റെ സൈറ്റ് ഇങ്ങോട്ട് ഓൺ ചെയ്ത് വന്നു. അപ്പോൾ തന്നെ അത് ഓഫാക്കിയിട്ട്
എന്റെ റബ്ബിന്റെ മുന്നിൽ എന്റെ കണ്ണിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ചിന്തയോടുകൂടി മാറി നിൽക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. ഫജ്തഹത്തു നഫ്സി, ഞാൻ എന്റെ ശരീരത്തിനെ പണിയെടുപ്പിച്ചു, മെനക്കെടുപ്പിച്ചു. ഫീ ദഫഇൽ ഹവാ, എന്റെ ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ തടഞ്ഞു വെക്കുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സുബഹിക്ക് നിസ്കരിക്കാൻ വരണ്ട എന്ന് എന്റെ ഇഷ്ടമായിരുന്നു അല്ലെ, സുബഹിക്ക് നിസ്കരിക്കാൻ വരണ്ട എന്നുള്ള ഇഷ്ടമായിരുന്നു. ഞാൻ അത് തടഞ്ഞു നിർത്തി, ഞാൻ സുബഹിക്ക് വരാൻ തുടങ്ങി. രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കണ്ട എന്ന് എന്റെ ശരീരം പറയുന്നു. ഞാൻ എന്റെ ശരീരത്തിനോട് പറഞ്ഞു, ശരീരമേ മാറി നിൽക്കണം, എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരണം, നിൽക്കണം. അതുകൊണ്ട് തന്നെ മാറി നിൽക്കണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. ഭർത്താവിനോട് എന്തോ മോശമായി പറയണമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ എന്റെ റബ്ബിന് എന്നോട് പൊരുത്തമുണ്ടാവില്ല, എന്റെ റസൂലിന് എന്നോട് പൊരുത്തമുണ്ടാവില്ല. അവൾക്ക് പറയണമെന്ന് തോന്നുന്നു. പക്ഷേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൾ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. സുന്ദരിയായ ഒരു പെണ്ണ് പിന്നാലെ നടക്കുകയാണ്. എത്രയോ മിസ് കോൾ അടിച്ചു, എത്രയോ നല്ല നല്ല കമന്റുകൾ അയച്ചു. ഒന്ന് തിരിച്ച് ആ മെസ്സേജിന് ഒരു കമന്റ് പറയാൻ ചെറുപ്പക്കാരൻ തുനിയുന്നില്ല. എന്തുകൊണ്ട്? എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് എത്തേണ്ടി വരുമെന്നുള്ള ബോധമാണ്. അങ്ങനെ ശരീരത്തിനെ ഒരാളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണ് അവനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന ആയത്ത് എനിക്ക് കണ്ടപ്പോ ഞാൻ എന്റെ ശരീരത്തിന് ശരിക്കും അധ്വാനിപ്പിച്ചു. റസൂലേ, ഞാൻ ശരിക്കും എന്റെ ശരീരത്തിനെ മെനക്കെടിപ്പിച്ചു. ഉസ്താദേ, ഞാൻ എന്റെ ശരീരത്തിനെ ശരിക്കും മെനക്കെടിപ്പിച്ചു. അങ്ങനെ മെനക്കെടിപ്പിച്ചു അധ്വാനിപ്പിച്ചു. അവസാനം ഇന്ന് ഏത് തെറ്റിലേക്കും എന്റെ ശരീരം പോകാത്തൊരവസ്ഥയിൽ ഞാൻ ആക്കി തീർത്തു ഉസ്താദേ. മഹാനായ ശഖീഖുൽ ബൽഖിയോട് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ ചെയ്തത്? അല്ലാഹനെ പേടിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, വേഗമൊന്നും മാറി നിൽക്കാൻ കഴിയൂല, വേഗമൊന്നും മാറി നിൽക്കാനേ കഴിയൂല. അങ്ങനെ പരിശ്രമിച്ച് ശരീരത്തിനെ മെനക്കെടിപ്പിച്ചു. തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അവസാനം പിന്നെ ശരീരം പറയും, ഓ അബ്ദുറഹ്മാനോട് കളിച്ചിട്ട് കാര്യമില്ല, ഏത് തെറ്റും ഓന്റെ അടുത്ത് ചെലവാകുന്നതല്ല എന്ന് പറഞ്ഞ് ശരീരം തന്നെ പിന്മാറും. അപ്പോഴാണ് നീ അള്ളാഹുവിന്റെ താഴത്തിൽ ഉറച്ചു നിൽക്കൽ. അള്ളാഹു അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമാക്കി തെരുമാറാവട്ടെ. പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ തോന്നുമ്പോ ആദ്യമൊന്നും ചെയ്യണമെന്നാ തോന്നുന്നു. ആ തെറ്റ് ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. തെറ്റ് ചെയ്യാനാണ് നമുക്കൊക്കെ ഇഷ്ടം. തെറ്റ് ചെയ്യാൻ തോന്നും. നമ്മൾ പരമാവധി പിടിച്ചു നിൽക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സദസ്സിന്റെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. എന്താണ്? ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദെ വഅദൊക്കെ കേൾക്കുമ്പോൾ നന്നാവണം എന്ന് തോന്നലുണ്ട്, വഅദൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഉഷാറാവണമെന്ന് തോന്നലുണ്ട്, തെറ്റുകളിൽ മാറി നിൽക്കണം തോന്നുന്നുണ്ട്. അങ്ങാടിയിൽ ഇറങ്ങിയ പെണ്ണുങ്ങളെ കലബില്. ബസ്സിൽ പോയാൽ പെണ്ണുങ്ങളും പറയും, ബസ്സിൽ പോയാൽ ആണുങ്ങൾ. നോക്കാതിരിക്കൽ എങ്ങനെയാണ് തെറ്റിൽ നിന്ന് ഒഴിവാവൽ? ഉസ്താദെ, ഏതെല്ലാം കോലത്തിലാ പെണ്ണുങ്ങൾ വരുന്നത്, എങ്ങനെയാ നോക്കാതിരിക്കുക? ചില കുട്ടികളൊക്കെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ പറയും, ഉസ്താദെ വഅദ് കേൾക്കുമ്പോൾ നന്നാണ് തോന്നും, പക്ഷെ ഓരോന്ന് വരുന്ന കോലം കണ്ടാൽ സുബ്ഹാനല്ലാഹ് നോക്കിപ്പോകും ഉസ്താദെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അതിന്? സുബ്ഹാനല്ലാഹ്. ചില പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ജ്വല്ലറിയിൽ ഇങ്ങനെ പോയിട്ട് വളയിട്ട് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ജോലിക്കാരനോട് ഇങ്ങനെ കൈ കാണിച്ചു കൊടുക്കുക. ഓളെടുത്തിട്ട് ഇങ്ങനെ നോക്കിയാ പോരെ, കൈ കറക്കാന്നോ? ആ ചങ്ങായിക്ക് സെയിൽസ്മാനെ കാണിച്ചു കൊടുക്കുക, കൈ ഇട്ടോ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാർ കണ്ടുപോവുകയാണ്, ഉസ്താദേ എന്ത് ചെയ്യാൻ, ഞങ്ങൾ ഷോപ്പിൽ ജോലി ചെയ്യുന്നു, പെണ്ണുങ്ങൾ ഇങ്ങനെ വരിക, പെണ്ണുങ്ങൾ പറയുന്നു, ഉസ്താദേ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കണ്ടുപോകുന്നു. എന്താണ് ഇതിനുള്ള വഴി? തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, രക്ഷപ്പെടാൻ, ശരീരത്തിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ ലയിപ്പിക്കാൻ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞൊരു വഴിയുണ്ട്. മൻ തറക മഅസിയതൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു തെറ്റ് ഒഴിവാക്കിയാൽ 7 പ്രാവശ്യം ഒരാൾ ഒരു തെറ്റ് ഒഴിവാക്കിയാൽ. ഒരു നല്ല സുന്ദരിയായ പെണ്ണുണ്ട്, എല്ലാരെ കണ്ണും ഇങ്ങനെ കാറിൽ പോകുമ്പോ എല്ലാരെ കണ്ണും ഡ്രൈവറിന്റെ അടുത്തേക്കല്ല, കണ്ണ് നേരെ ഡ്രൈവറിന്റെ അടുത്തുള്ള ആളല്ലേ, നേരെ കണ്ണ് ഡ്രൈവറിന്റെ അടുത്തേക്കല്ല, അങ്ങനെ പോകുമ്പോ ഡ്രൈവറിന്റെ തൊട്ടടുത്തുള്ള ആരിയിരിക്കുന്നു എന്നതിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവിന്റെ കൂടെ ബാക്കിൽ സ്കൂട്ടറിൽ പോകുമ്പോ
അപ്പുറത്ത് വരുന്ന ആൾ ഇങ്ങനെ നോക്കുക, വീണ് പോണ്ട. അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഒരു തെറ്റ് ഉപേക്ഷിച്ചാൽ 7 പ്രാവശ്യം ഒരു പെണ്ണയിലെ പോകുന്നുണ്ട്, ഒരു പെണ്ണതിലെ പോകുന്നുണ്ട്. സുന്ദരിയായ സുസ്നേഹവതിയായ സുശീലയായ പെണ്ണാണ്. നോക്കണം എന്ന് മനസ്സ് പറയുകയാണ്, കൽബിനെ പിടിക്കണം നമ്മൾ, നോക്കണമെന്ന് കൽബ് പറയുകയാണ്. നീ താഴ്ത്തു, പെണ്ണുപോയി ഒന്ന്. പിന്നെയും കുറെ അങ്ങോട്ട് നീ ഡ്രൈവ് ചെയ്തു പോകുമ്പോ മുന്നിലൂടെ ഹരിമാരായ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ കുലുങ്ങി വരികയാണ്. നീ എപ്പോഴും നിന്റെ കണ്ണ് നിയന്ത്രിച്ചില്ല. അള്ളാഹ്ക്ക് വേണ്ടി നീ എന്തോ ആവശ്യത്തിന് വേണ്ടി നിന്റെ നെറ്റ് തുറന്നപ്പോ പെട്ടെന്ന് തന്നെ ഏതോ ഒരു സൈറ്റിൽ കേറേണ്ടി വന്നു. പെട്ടെന്ന് ഒരു പിക്ചർ വന്നു. എന്തേ പിക്ചർ? ഏതിന്റെയോ പരസ്യത്തിൽ ഒരു പെണ്ണിങ്ങനെ കിടക്കുന്ന ഫോട്ടോമാണ്. അപ്പൊ തന്നെ ആ നെറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു ദോഷം നീ അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാനെ പേടിച്ചുകൊണ്ട് നീ ഒരു തെറ്റ് 7 പ്രാവശ്യം ഉപേക്ഷിച്ചാൽ അള്ളാഹു പിന്നെ ആ തെറ്റുകൊണ്ട് നിന്നെ പരീക്ഷിക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വഴി 7 ഓട്ടം ഒഴിവാക്കുക. 8ാമത്തെ പ്രാവശ്യം ആ തെറ്റിലേക്ക് നിനക്ക് പോകേണ്ടി വരില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എത്രയോ ചെറുപ്പക്കാർ വിഷമിക്കുന്നവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ, ട്രെയിനിൽ യാത്ര ചെയ്താൽ, ബസ്സിൽ യാത്ര ചെയ്താൽ, റോഡിലൂടെ പോകുമ്പോഴൊക്കെ തെറ്റുകളൊക്കെ കണ്ടുപോവുകയാണ്. ഉസ്താദേ, 7 പ്രാവശ്യം നീ നിന്റെ കണ്ണുകളെ നിയന്ത്രിച്ചാൽ പിന്നെ ആ തെറ്റുകൊണ്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, കോളേജുകളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഈ അടുത്ത് ഞാൻ ക്ലാസ് എടുത്തപ്പോ ഒരു കുട്ടിയുടെ എഴുത്ത്, എന്താ കുട്ടിയുടെ എഴുത്തെന്നറിയോ? ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. ഒരു കടലാസ് വന്നു, എന്റെ മേശപ്പുറത്തേക്ക് ഒരു കടലാസ് വന്നു. ഞാൻ പ്രേമിച്ച ചെറുക്കനെ കെട്ടുന്നതിൽ എന്തെങ്കിലും വിരോധം ഇസ്ലാം പറയുന്നുണ്ടോ? ഉമ്മാക്കത് ഇഷ്ടമല്ല, ഉപ്പാക്കത് ഇഷ്ടമല്ല, എന്നാൽ കെട്ടുന്നതിന് ഇസ്ലാമല്ല വിരോധവും പറയുന്നുള്ളോ? കാണുന്ന ചെറുക്കന്റെ കൂടെ കാണുന്നവന്റെ കൂടെ നിന്റെ ഉപ്പ കഷ്ടപ്പെട്ടുകൊണ്ട് അറബിയുടെ ആട്ടും തുപ്പും കേട്ടിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നിനക്ക് കാശയച്ചു തരുന്നത് ഏതെങ്കിലും ചെറുക്കന്റെ കൂടെ ഏതെങ്കിലും ബാറിലോ ഹോട്ടലിലോ പോയിരുന്ന കമന്റ് അടിക്കാനല്ല, ഉയർന്ന വിദ്യാഭ്യാസം നൽകിയിട്ട് നല്ലൊരു കുടുംബിനിയായി മാറാനാ പൊന്നുമോളെ. അതുകൊണ്ട് തന്നെ ആര് നിന്നെ പ്രേമം നടിച്ച് നിന്റെ പിന്നാലെ വന്നാലും, ഏത് പ്രേമം നടിച്ച് നിന്റെ പിന്നാലെ വന്നാലും, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നീ ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ മുന്നോട്ട് വന്നാൽ ഈ ചെറുക്കനേക്കാൾ വലിയ സുഖമായ ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗം നിന്നെ കാത്തിരിക്കുകയാണ് മോളെ. മംഗലാപുരത്തേക്ക് പോവാ, കോഴിക്കോടേക്ക് പോവാ, മദ്രസ 5ാം ക്ലാസ് വരെ, 6ാം ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ച എന്തെങ്കിലും പ്രശ്നമായി പോയിനെങ്കിലോ, 7ാം ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ച എന്തെങ്കിലും പ്രശ്നമായി പോയിനെങ്കിലോ ഒറ്റക്ക് മംഗലാപുരത്തേക്ക് പോകാം. മംഗലാപുരത്തിന് ഞാൻ എന്നോട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോഴത്തെ സംസ്ഥാന SKSF കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ എന്നോട് പറഞ്ഞു, ഞാൻ ഈ അടുത്ത് കാസർഗോഡിൽ നിന്ന് വണ്ടി കയറി കാഞ്ഞങ്ങാടെത്തിയപ്പോ ഒരു പെണ്ണ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗമല്ലാത്ത എതിർ ദിശയിൽ ഇറങ്ങി ചാടി, ഒരു ഹർക്കത്തുള്ള പെണ്ണ് ചാടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് ചാടി കയറി എല്ലാവരും ഇങ്ങനെ കാത്തു നോക്കി നിൽക്കുകയാണ്. ചാടി കയറിയിട്ട് ബാഗ് തുറന്നിട്ട് ആ ബാഗിൽ നിന്ന് നല്ല തന്റെ പർദ്ദ എടുത്തിട്ട് ധരിച്ചു. എല്ലാരും കാണാം. ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ടോയ്ലറ്റിലോ
ടോയ്ലറ്റിലോ പോയിട്ട് ചെയ്താൽ മതിയായിരുന്നു. പർദ്ദയിട്ട് ധരിച്ചിട്ട് ആ പർദ്ദ എടുത്തിട്ട് എന്തോ ഒരു കണ്ട മറിയം ബീവിയെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരാളെയും നോക്കാതെ പോക്കാ പോയത്. സുബ്ഹാനല്ലാഹ്. മോളെ, നീ മംഗലാപുരത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് വിരോധമില്ല. നീ ഏത് ഹോസ്റ്റലിൽ പഠിച്ചാലും ശരി, നീ പഠിക്കുമ്പോ നിന്റെ ഉപ്പ പഠിപ്പിക്കുന്നത്, നിന്റെ ഉമ്മ പഠിപ്പിക്കുന്നത്, നിന്റെ ജേട്ടന്മാരും അനുജത്തിമാരും നിന്നെ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല കുടുംബിനിയായി തിരിച്ചു വരാനാ മോളെ. ഏതെങ്കിലും കണ്ട ചെറുപ്പക്കാരന്റെ കൂടെ ഹോട്ടലിൽ കറങ്ങി നടന്ന് അവസാനം അവന്റെ കൂടെ ഏതെങ്കിലും രജിസ്റ്റർ മാരേജ് ചെയ്ത് വിവാഹം കഴിഞ്ഞിട്ട് പോകാനല്ല പൊന്നുമോളെ. അതുകൊണ്ട് തന്നെ ആരും നിന്റെ ബേക്കിൽ പ്രേമം നടിച്ചു വന്നാലും സ്നേഹം നടിച്ചു വന്നാലും ശരി, നീ അവനിക്ക് കൊടുക്കാനുള്ളതല്ല നിന്റെ ഖൽബ്. പടച്ചവനെ പേടിച്ചുകൊണ്ട് അവനൊരു മെസ്സേജ് അയച്ചപ്പോ ആ മെസ്സേജിൽ എന്തൊരു രസമാ തോന്നുമ്പോ, എന്തൊരു രസമാ കാണാൻ, എന്തൊരു രസമാ കേൾക്കാൻ. തിരിച്ചൊരു മെസ്സേജ് അയക്കണം, നിങ്ങൾ അയച്ച മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരു മെസ്സേജ് അയക്കണം എന്ന് കൽബിങ്ങനെ വെമ്പല കൊള്ളുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ അയക്കൂല എന്ന് പറഞ്ഞിട്ട് പൊന്നുമോളെ നീ ഫോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബി ഫനഹൽ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം നിനക്കാണ് പൊന്നുമോളെ, സ്വർഗം നിനക്കാണ്. മഹാന്മാരായ താബീങ്ങൾ ജീവിക്കുന്ന കാലം ഹിജറ 4-ാമത്തെ വർഷം ഒരു മനുഷ്യൻ പള്ളിയിൽ ഇങ്ങനെ വന്നു. അയാളുടെ പേര് ഖാരിജത്ത് ബിൻ സയ്യിദ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഖാരിജത്ത് ബിൻ സയ്യിദ് എന്നാണ് അയാളുടെ പേര്. ഖാരിജത്ത് ബിൻ സയ്യിദ് എപ്പോഴും പള്ളിയിൽ വരും. പള്ളിയിൽ ഇങ്ങനെ വന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോകും. ഇതാണ് ഖാരിജത്തിന്റെ പതിവ്. നോക്കുമ്പോ ഖാരിജത്തിന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഖാരിജത്ത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ട്. അതാണ് പള്ളിയിൽ വരാൻ കാരണം. തീരെ പള്ളിയിൽ വരാത്ത ഖാരിജത്ത് പള്ളിയിൽ വരാൻ കാരണം എന്താണെന്നറിയോ? പള്ളിയുടെ തൊട്ടടുത്തൊരു പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ കാണാലോ, പടച്ചോന്റെ അടുത്ത് സുജൂദിൽ വീഴാന്നല്ല, ആ പെണ്ണിനെ കാണാലോ എന്ന ചിന്തയിൽ എപ്പോഴും പള്ളിയിൽ വരും. പെണ്ണിനാണെങ്കിലോ ആ പെണ്ണിനോട് അയാളോട് യാതൊരു സ്നേഹവുമില്ല. പെണ്ണിനങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന വിവരം പോലും അറിയില്ല. ഒരാളങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്ന വിവരം പോലും അറിയില്ല. എവിടെയോ വെച്ച് ഈ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിന്റെ ചന്തവും ആ പെണ്ണിന്റെ പിരികവും ആ പെണ്ണിന്റെ മുഖവും ഈ ഖാരിജത്തിനെ വല്ലാതെ സ്വാധീനം ചെലുത്തി. ഖാരിജത്ത് എപ്പോഴും പള്ളിയിൽ വരും. ആരും കാണാതെ മൂളിപ്പാട്ടും പാട്ടിയിട്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ നോക്കിയിട്ട് തന്റെ പ്രിയപ്പെട്ട പ്രേമഭാഷണം അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് ആ മൂളിപ്പാട്ടും പാടിയിട്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ഖാരിജത്ത് ബിൻ സയ്യിദ് പള്ളിയിലേക്ക് വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ താൻ എപ്പോഴും കൊതിക്കുന്ന പെണ്ണിനെ അതാ കാണാൻ ഇടവന്ന നേരത്തെ ഖാരിജത്ത് മനസ്സിൽ ഒരുപാട് സന്തോഷത്തിന്റെ ഒരുപാട് നിമിഷങ്ങൾ, ഭാവി ജീവിതങ്ങളൊക്കെ തന്റെ സ്വപ്നലോകങ്ങളൊക്കെ ഇങ്ങനെ പടുത്തുയർത്തുകയാണ്. ഖാരിജത്ത് പെണ്ണിനോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുകി. അറബിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ലവ് യു എന്നാണ്. ഞാൻ നിന്നെ പ്രേമിക്കുകയാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് പ്രേമമാണ്, എനിക്ക് വല്ലാത്ത അനുരാഗമാണ്. പെണ്ണിനോട് എന്തെങ്കിലും ഒരാള് ചിരിച്ചാൽ മതി. ചില ആളുകളൊക്കെ വിചാരിക്കുന്ന അങ്ങനെയാണ്. ഒരു പെണ്ണ് ഒരു ആണുങ്ങളോട് ചിരിച്ചാൽ ആ ആണുങ്ങൾ വിചാരിക്കുന്നത് ഒക്കെ എന്നോട് പ്രേമുണ്ടോ? അല്ല കൂട്ടരോ, മനുഷ്യന്മാരെ തമ്മിൽ കണ്ട ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരി മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു പെണ്ണ് ചിരിച്ചാൽ അപ്പോഴത്തേക്ക് പ്രേമം എന്തിനാ തോന്നിക്കുന്നു? ഒരു പെണ്ണിനോട് ആണ് ചിരിച്ചു, അപ്പോഴേക്ക് എന്തിനാ ഓനിക്ക് എന്നോട് പ്രേമുണ്ട്? സാധാരണ മനുഷ്യന്മാർ കണ്ടാലുണ്ടല്ലോ, നമ്മളിപ്പോ പരസ്പരം വലിയ ക്ലാസ്സുകളിൽ പഠിച്ചു. എന്നിട്ട് ഇത്തരം മോശമായ മെസ്സേജുകൾ വരുമ്പോഴേക്ക് കാണുമ്പോഴേക്ക് തമ്മാടിത്തരങ്ങളിലേക്ക് പോകുന്ന രൂപങ്ങൾ പടച്ചറബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. 7 ദിവസത്തെ പരിപാടിയാണ്. 7 ദിവസത്തെ പരിപാടിക്ക് മാത്രമല്ല, അതിനുശേഷം ഇവിടെ കിട്ടുന്ന കാശുകളൊക്കെ ഈ മഹല്ലത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് കൊണ്ടുവന്ന ഒരാളും ഒരു കാശും തിരിച്ചു കൊണ്ടുവരും.
പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാളും ഒരു കാശ് തിരിച്ചു കൊണ്ടുപോകും. പടച്ച റബ്ബ് അത് നിങ്ങൾക്ക് തിരിച്ചു തരും ഇൻഷാ അല്ലാഹ്. നാളെ മഹ്ശറിൽ കൊണ്ടുവന്ന കാശുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ ഓർത്തുകൊണ്ട്, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് കൊണ്ടുവന്ന കാശുകൾ മുഴുവനും നിങ്ങൾ ആ ബക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് വിജയിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കാനുള്ള നല്ല മനസ്സ്, അതിനും വേണം മനസ്സ്. കുറെ കാശ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരാൾക്ക് ഉപകാരമില്ല. സ്വന്തം മക്കൾക്ക് പോലും ഉപകാരമില്ലാത്ത കുറെ കാശ് കുറെ ആളെ കയ്യിലുണ്ട്. മക്കൾക്ക് പോലും ഉപകാരം കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനത്തെ പണം ഉണ്ടായിട്ട് എന്ത് കാര്യമില്ല. ഒന്നിരിക്കൽ സ്വന്തം തടിക്ക് ഉപയോഗിക്കും. സ്വന്തം തടിക്കെങ്കിലും നല്ല കുപ്പായി, ഒരു നല്ല ഷൂവും, ഒരു നല്ല വണ്ടിയും, ഒരു നല്ല ഇതൊക്കെ ആയിട്ട് സ്വന്തം ഉപയോഗിക്കും. അല്ലെങ്കിൽ മക്കൾക്ക് ഉപയോഗിക്കും, അല്ലെങ്കിൽ കുടുംബത്തിന്, അല്ലെങ്കിൽ നാട്ടുകാർ ഒരാൾക്ക് ഉപകാരമില്ല തന്നെ. പിന്നെ ആ പണത്തിന് എന്ത് വരിക? അതുകൊണ്ട് പണം കൊണ്ടുവന്ന സഹോദരിമാർ കൈനിറയെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി സഹായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഹാരിയത്ത് പറഞ്ഞു, ഐ ലവ് യു, ഇന്നി ഉഹിബ്ബുക, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. വസിലഅത്തുല്ലാഹി അൽ ജന്ന, അലാ അറിയണം, ഇന്ന സിലഅത്തല്ലാഹ്, അല്ലാഹുവിന്റെ ചരക്ക് വലിയ വിലയുള്ളതാണ്. ഏതാണ് ആ വിലയുള്ള അല്ലാഹുവിന്റെ ചരക്ക് എന്നറിയുമോ? അൽ ജന്ന, സ്വർഗ്ഗമാണ്. സ്വർഗ്ഗം നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതാണ്. ഇബാദത്ത് ചെയ്ത് വാങ്ങേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്നുള്ള ഒന്ന് റബ്ബിൽ കൊടുത്തിട്ട് വിലപിടിപ്പുള്ള സ്വർഗ്ഗം വാങ്ങാൻ നമ്മൾ മുന്നോട്ട് വരണം. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ പറഞ്ഞത് പെണ്ണാണ്. തെറ്റിലേക്ക് ഒരു പെണ്ണിനെ ക്ഷണിക്കുമ്പോ ഈ പെണ്ണ് പറഞ്ഞതുപോലെ പറയണം. ഇനി ചെറുപ്പക്കാരും വളരെ വല്ല മോശക്കാരൊന്നുമല്ല. ചെറുപ്പക്കാരെ തമ്മാടിത്തരത്തിലേക്ക് വിളിക്കുമ്പോ കേട്ടോളി പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുഫ്തിയായിരുന്നു മഹാനായ ഉബൈദ് ബിൻ ഉമൈർ. മക്കയിലെ വലിയ മുഫ്തിയായിരുന്നു. മക്കയിലെ വലിയ മുഫ്തിയായിരുന്നു ഉബൈദ് ബിൻ ഉമൈർ. ഉബൈദ് ബിൻ ഉമൈർ എന്ന മഹാവ്യക്തിയെ വഞ്ചിക്കാൻ വേണ്ടി ആ നാട്ടിലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ ഭർത്താവ് പെണ്ണിനോട് പറഞ്ഞു. സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ ഭർത്താവ് പെണ്ണിനോട് പറഞ്ഞു, നീ എന്ത് നീ എന്തൊരു സ്റ്റൈലാ. അങ്ങനെയുണ്ടല്ലോ, നമ്മള് സ്നേഹം കൂടിയാൽ എന്തൊക്കെയാ പറയാ അല്ലെ? സ്നേഹം കൂടിയാൽ എന്തൊക്കെയാ പെണ്ണിനോട് പറയാ. എന്തെല്ലാം വർത്തമാനങ്ങളാ പറയാ. ഈ ഭർത്താവ് പറഞ്ഞു, സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞു, നിന്നെ കൊണ്ട് ഈ നാട്ടിലെ ഒരാളും നിന്നെ കണ്ടിട്ട് വഞ്ചിക്കപ്പെടാതിരുന്നിട്ടുണ്ടാകൂല. നിന്നെ കൊണ്ട് ഒരുപാട് പേര് തെറ്റ് ചെയ്തിട്ടുണ്ടാകും. നിന്നെ നോക്കിയിട്ട് ആസ്വദിച്ചതിന്റെ പേരിൽ എത്രയോ ആളുകൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകും. ഇവളോട് അത് പറയുമ്പോ ഇവള് കുറച്ച് പൊന്തി, ഞാൻ കുറച്ച് ഉഷാറൊക്കെ ഉണ്ട് അല്ലേ, ഞാൻ നല്ല ഉഷാറൊക്കെ ഉണ്ട്, നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്. പെണ്ണിനോട് പറഞ്ഞു, നീ നല്ല സൗന്ദര്യവതിയാണ്. ചില ആളുകളൊക്കെ അങ്ങനെയാണ്. ചില ആളുകളൊക്കെ എന്താ പറയാ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എന്താ പറയേണ്ടെന്ന് തോന്നൂല, ഇങ്ങനെ എന്തെങ്കിലും പറയല. ഒരു ദിവസം ഈസാ ഇബ്നു മൂസ എന്ന് പറയുന്ന ഒരാൾ, ഖലീഫ മൻസൂർ എന്ന് പറയുന്ന ഒരു ഖലീഫയുടെ കാലത്ത് ഈസാ ഇബ്നു മൂസ എന്ന് പറയുന്ന ഒരാൾ, ഈസാ ഇബ്നു മൂസ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അന്തി താലിഖുൻ, നീ വിവാഹമോചിതയാണ്, നമ്മ തമ്മിൽ വേർപിരിഞ്ഞു. ഇല്ലം തകൂനി അജ്മല മിൻ ബദർ, നീ ചന്ദ്രനേക്കാൾ സ്റ്റൈൽ ഇല്ലെങ്കിൽ നീ വിവാഹമോചിതയാണ്. ചന്ദ്രനേക്കാൾ, പൂർണ്ണ ചന്ദ്രനേക്കാൾ നിനക്ക് സ്റ്റൈൽ ഇല്ലെങ്കിൽ, സൗന്ദര്യം ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞു. അതിന്റെ അർത്ഥം നീ പൂർണ്ണ ചന്ദ്രനേക്കാളും സ്റ്റൈലുള്ള പെണ്ണാണ്, അതുകൊണ്ട് ഭയങ്കര സ്റ്റൈലാണ് നിനക്ക് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണ്. അന്തി താലിഖുൻ, നീ നമ്മൾ തമ്മിലുള്ള വിവാഹം വേർപിരിഞ്ഞു. ഇല്ലം തകൂനി അജ്മല മിൻ ബദർ, ചന്ദ്രനേക്കാൾ നിനക്ക് സൗന്ദര്യം ഇല്ലെങ്കിൽ, അതിന്റെ അർത്ഥം നീ ചന്ദ്രനേക്കാൾ ചന്തമുള്ള ചെറുക്കാണ് എന്നാ പറഞ്ഞത്.
ഇത് പറഞ്ഞപ്പോ അള്ളാനെ പേടിയുള്ള പെണ്ണാണ്. ആ പെണ്ണ് പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ തൊടാൻ പാടില്ല. എന്തേ ഞാൻ നിന്നെ പുകഴ്ത്തി പറഞ്ഞതല്ലേ, ഞാന് ബദറിനേക്കാൾ സ്റ്റൈലൊന്നുമില്ല, അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞു പറഞ്ഞു. ഇയാളാകെ പുലിവാല് പിടിച്ചു. ഇയാള് വേഗം ഓടി പണ്ഡിതന്മാരുടെ അടുത്തേക്ക് കൂടി പണ്ഡിതന്മാരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, നീ ചന്ദ്രനേക്കാൾ സൗന്ദര്യമില്ലെങ്കിൽ നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞു. ഞാൻ എന്റെ പെണ്ണിന്റെ സൗന്ദര്യം വലുതാക്കി പറയാൻ വേണ്ടി പറഞ്ഞ വാക്ക് മാത്രമാണത്. എന്റെ തലാഖ് പോകുമോ? ഖലീഫ മൻസൂർ അഹ്മദ് മദ്ഹബ് ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു മസല. എല്ലാരും പറഞ്ഞു തലാഖ് പോയല്ലോ. കാരണം ചന്ദ്രനേക്കാൾ സ്റ്റൈലി പെണ്ണില്ലല്ലോ, അതുകൊണ്ട് തലാഖ് പോയിന്നു. അപ്പൊ കൂട്ടത്തിലൊരു വയസ്സായ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അയാളൊന്നും മിണ്ടിയില്ല. അയാളോട് ചോദിച്ചു, എന്റെ ഉസ്താദ് നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പൊ പറഞ്ഞു തലാഖ് പോവില്ല. എന്റെ തലാഖ് പോകാത്തത് സൂറത്തു തീനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തക്വീൻ. മനുഷ്യനെ നാം പടച്ചത് ഏറ്റവും നല്ല കോലത്തിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കോലം, ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും സൗന്ദര്യമുള്ള കോലം മനുഷ്യന്റെ കോലമാണെന്നല്ല പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ ചന്ദ്രനേക്കാൾ സൗന്ദര്യം പെണ്ണിനിക്കുണ്ട് എന്ന് വെച്ചു കൊടുക്കണം. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞു. ഖലീഫ മൻസൂർ ആ അഭിപ്രായം സ്വീകരിച്ചിട്ട് അങ്ങോട്ട് അയാളോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുമായിട്ട് കൂടി ജീവിച്ചോളി, തലാഖ് പോയിട്ടില്ല. അങ്ങനെ നമ്മള് ത്വലാഖ് എന്ന വാക്കുകൊണ്ട് ചില ആള് കളിക്കല്ലേ. മംഗലം കഴിച്ചാൽ ത്വലാഖ് എന്ന വാക്ക് പെട്ടിയിലിട്ട് പൂട്ടിയിട്ട് കടപ്പുറത്തേക്ക് വലിച്ചെറിയണം. കടപ്പുറത്തേക്കും അല്ല, അതിന്റെ അപ്പുറം കടലിലേക്ക് വലിച്ചെറിയണം. പിന്നെ തലാഖ് കൊണ്ടില്ല വർത്താനം പറയാൻ പാടില്ല. ചില കുട്ടികളൊക്കെ മൂന്നും ചൊല്ലി അതും ചൊല്ലി തമാശ. എന്ത് തമാശ? തലാഖ് എന്ന വാക്കുകൊണ്ട് തമാശയില്ല. തലാഖ് എന്ന വാക്കുകൊണ്ട് തമാശയില്ല. പോവട്ടെ. ഉബൈദ് ബിൻ ഉമൈറിനെ പറ്റിക്കാൻ വേണ്ടി ഒരു സൗന്ദര്യമുള്ള പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ എന്തോ ഒരു സൗന്ദര്യമുള്ള പെണ്ണാണ്, നിന്നെ കണ്ടിട്ട് ആരാണ് ചതിക്കപ്പെടാതിരിക്കുക? അതുകൊണ്ട് നീ നല്ല സൗന്ദര്യവതിയാണ്, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇവളും വിചാരിച്ചു ഞാനും നല്ല ചന്തമുണ്ടല്ലോ, കുറച്ചിങ്ങനെ പൊന്തി. ഭർത്താവ് എന്ന് പറഞ്ഞപ്പോ കുറച്ചങ്ങോട്ട് പൊന്തി. എന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? മക്കത്തെ മുഫ്തിയാകുന്ന ഉബൈദ് ബിൻ ഉമൈറിനെ ഒന്ന് പറ്റിക്കാൻ നിനക്ക് കഴിയുമോ? കഴിയും, എനിക്ക് പറ്റിക്കാൻ കഴിയും. ഉബൈദ് ബിൻ ഉമൈറിന്റെ അടുത്തേക്ക് പെണ്ണ് പോവുകയാണ്. പൂർണ്ണ ഹിജാബോട് കൂടി പോവുകയാണ്. ശരിക്കും കണ്ണൊക്കെ കെട്ടിയിട്ട് പൂർണ്ണ ഹിജാബോട് കൂടി പോയിട്ട് ഉസ്താദിന്റെ വാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദേ, ഉബൈദ് ബിൻ ഉമൈറേ, എനിക്ക് അങ്ങയോടൊരു മസല ആവശ്യപ്പെടാനുണ്ട്. ഒരു മസലയുടെ ഉത്തരം കിട്ടാനുണ്ട്, ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാനുണ്ട്, പറഞ്ഞു തരുമോ? അപ്പോഴാണ് ഉബൈദ് ചോദിച്ചത്, എന്ത് ചോദ്യമാണ്? എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? അപ്പൊ പറഞ്ഞു, അത് ഇവിടെന്ന് പറയാൻ പറ്റൂല. പള്ളിന്റെ മൂലയിലേക്കൊന്ന് വരാൻ പറ്റുമോ? പള്ളിന്റെ മൂലയിലേക്കൊന്ന് വരാൻ പറ്റുമോ? നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഉബൈദ് ബിൻ ഉമൈർ എന്ന അല്ലാഹുവിനെ പേടിക്കുന്ന ദാസൻ വിചാരിച്ചു, പെണ്ണ് എന്തോ മസല ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ആളുകൾ കേൾക്കുമെന്ന് ഭയന്നിട്ടെന്നെ പള്ളിയുടെ മൂലയിലേക്ക് വിളിച്ചതാണ്. ആ ഉസ്താദ് പള്ളിയുടെ മൂലയിലേക്ക് പോയപ്പോ സുബ്ഹാനല്ലാഹ്, മുഖം മൂടിയിട്ടുണ്ടായ പെണ്ണ് തന്റെ ആ ഹിമാർ മേലോട്ട് പൊക്കിയപ്പോ സൗന്ദര്യവതിയായ പെണ്ണാണ്, സുസ്മേഘവതിയായ പെണ്ണാണ്. കണ്ട ഉടനെ രണ്ട് കണ്ണും താഴോട്ട് താത്തു. ഉബൈദ് ബിൻ ഉമൈർ താഴെ നോക്കി, പെണ്ണേ നിന്റെ ആവശ്യം പറ, എന്താണ് നിന്റെ ആവശ്യം? അപ്പോഴാ ഉബൈദ് ബിൻ ഉമൈറിനോട് പെണ്ണ് പറഞ്ഞത്, ഉസ്താദേ, എനിക്ക് മസലയൊന്നുമല്ല നിങ്ങളിൽ നിന്ന് വേണ്ടത്, നമുക്കൊന്ന് ഒരു ദിവസം കൂടിയിരുന്നാലോ, നമുക്കൊന്ന് ലൈംഗികമായി ബന്ധപ്പെട്ടുകൂടെ എന്ന് ഉബൈദ് ബിൻ ഉമൈറിനോട് പച്ചയിലങ്ങോട്ട് ചോദിച്ചപ്പോ ഉബൈദ് ബിൻ ഉമൈർ ഇങ്ങനെ പറക്കുകയാണ്. ഉബൈദ് ബിൻ ഉമൈർ ചോദിക്കുകയാണ്, മോളെ
നീ എന്റെ വ്യഭിചാരത്തിലേക്കാ ക്ഷണിക്കുന്നത്. അസ്രായിൽ നിന്റെ മുന്നിൽ വരുമ്പോ ഈ ആവശ്യം നിനക്കുണ്ടാകുമോ മോളെ? ഇല്ല ഇല്ല, എനിക്കുണ്ടാവില്ല. നീ ഖബറിൽ കിടക്കുമ്പോ നിനക്ക് ഈ ആവശ്യം ഉണ്ടാകുമോ മോളെ? ഇല്ല ഇല്ല, എനിക്ക് ആവശ്യമുണ്ടാവില്ല. മോളെ മഹ്ശറയിലെത്തിയാൽ നിനക്ക് ഈ ആവശ്യം ഉണ്ടാകുമോ മോളെ? ഇല്ല, എനിക്ക് ആവശ്യമുണ്ടാവില്ല. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞിട്ട് നരകത്തിലേക്ക് ഒരു വിഭാഗത്തിനെയും സ്വർഗത്തിലേക്ക് ഒരു വിഭാഗത്തിനെയും മാറ്റി നിർത്തുമ്പോ ഞാൻ ഏത് വിഭാഗത്തിൽ പെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും ബേജാറാകുന്ന നേരത്തിൽ നിനക്ക് ഈ ആവശ്യം ഉന്നയിക്കാൻ കഴിയുമോ മോളെ? അപ്പൊ പറഞ്ഞു ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന സാത്വികനായ അള്ളാഹുവിന്റെ വലിയന്റെ മനോഹരമായ ഹിക്മത്തിന്റെ വചനങ്ങൾ പെണ്ണിന്റെ കൽബിലേക്ക് അങ്ങോട്ട് കടന്നപ്പോ പെണ്ണ് ഹിമാർ താഴെ വലിച്ചിട്ടിട്ട് ഒരൊറ്റ ഓട്ടമാ. വേണ്ട വേണ്ട, ഈ തമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉബൈദ് ഇബ്നു ഉമൈറിനെ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയണം. ആരെങ്കിലും സൗന്ദര്യം കാട്ടി നിങ്ങളെ വശത്താക്കാൻ വേണ്ടി നോക്കിയാൽ അല്ലാഹനെ പേടിച്ച് പടച്ചവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. എന്റെ റബ്ബിന്റെ മുന്നിൽ അഭിമാന പുരസരം എനിക്ക് നിൽക്കണം എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് പെണ്ണല്ലേ പൊന്നല്ലേ ചക്കയല്ലേ മാങ്ങയല്ലേ ഒന്നവിടമായി ഒന്നിച്ചിരുന്നാൽ എന്തേ വരാൻ പറ്റുന്നത് എന്ന് നിങ്ങളെ മനസ്സിന് തോന്നുന്നുണ്ടെങ്കിലും പൊന്നുമോളെ പൊന്നുമോനെ വേണ്ട, ആ തെമ്മാടിത്തരത്തിലേക്ക് നമ്മുടെ മുന്നിൽ പോകേണ്ടതില്ല. പടച്ചറപ്പിന്റെ മുന്നിൽ കഠിനകഠോരമായ ശിക്ഷയ്ക്ക് അള്ളാഹു നമ്മളെ പാത്രീഭൂതരാക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിപൂർണമായ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എല്ലാ തെമ്മാടിത്തരങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് 5 വക്ത നിസ്കാരങ്ങളും മുറ പോലെ ചെയ്ത് എല്ലാവിധ നല്ല കാര്യങ്ങളിലും വ്യാപൃതനായി ജീവിക്കുക. നിന്റെ ചിന്ത അള്ളാഹുവിനെ കുറിച്ചാവണം. നിന്റെ കാണലും നിന്റെ കേൾവിയും അള്ളാഹിനെ കുറിച്ചാവണം. നിന്റെ പറച്ചിൽ അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവണം. നീ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാവണം. നീ നടന്നു പോകുന്നതും ഓടിപ്പോകുന്നതുമായ സ്ഥലങ്ങൾ അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവണം. നീ കഴിക്കുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവണം. നീ കുടിക്കുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവണം. അങ്ങനെ നീ പൊരുത്തമുള്ളത് ചെയ്താലേ ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗം നമുക്ക് പൂപണിയാൻ കഴിയുകയുള്ളൂ. സർവശക്തനായ അള്ളാഹു സ്വർഗത്തിലേക്ക് മനോഹരമായി കടന്നു പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ, നിസ്സാരമായ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ വരും. നിസ്സാരമായ ചില കാര്യങ്ങൾ. ഖാദിസിയ യുദ്ധം നടക്കുക, ഞാൻ നിർത്താം. ഖാദിസിയ യുദ്ധം നടക്കുക. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് ആണ് നേതാവ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ് നേതാവ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ ദിവസം പരാജയം വന്നു. ഖാദിസിയ യുദ്ധത്തിൽ ആദ്യത്തെ ദിവസം പരാജയം വന്നപ്പോ പെട്ടെന്ന് തന്നെ പട്ടാളക്കാരൻ എല്ലാ പട്ടാളക്കാരെയും കൂട്ടി എന്നിട്ടൊരു മീറ്റിംഗ് കൂടിയിട്ട് ചോദിച്ചു, നമുക്കിന്ന് പരാജയമാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ് നമ്മൾ. നമുക്ക് വിജയമാണ് ലഭിക്കേണ്ടത്. നമ്മൾ ആരും തന്നെ ഒരു പിഴവും ചെയ്തിട്ടില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് പരാജയം സംഭവിച്ചത് പറ എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചോദിച്ചപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് സദസ്സിലുള്ള ഒരാൾ പറഞ്ഞു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സഅദേ നസീതു സുന്നത സിവാഖ് അൻ റസൂലില്ലാഹ്. ഇന്നത്തെ ദിവസം നമ്മൾ അറബ് രാജ്യത്തിൽ നിന്ന് ഇവിടത്തേക്ക് വന്നിട്ട് ഈ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന പട്ടാളക്കാർ ഇന്നലെയും ഇന്നുമായി മിസ്വാക്ക് ചെയ്തിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ മിസ്വാക്ക് എന്ന സുന്നത്ത് പോയി. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് നമ്മൾ മറന്നുപോയി. അപ്പം തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് പെട്ടെന്ന് തന്നെ അറാക്ക് കൊത്തിക്കൊണ്ടുവരുവാനും ഓരോരാൾക്ക് പീസാക്കിയിട്ട് ഓരോ കമാൻഡർമാർക്ക് കൊടുത്തിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മിസ്വാക്ക് ചെയ്യണം. വിശുദ്ധ റസൂലിന്റെ സുന്നത്താണിത്, നമുക്ക് മറക്കാൻ പാടില്ല. എവിടെ എത്തിയാലും, എത്ര പണം കൂടിയാലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, ഏത് പ്രതിസന്ധിയിലും, എത്ര താഴോട്ട് പോയാലും അള്ളാഹുവിന്റെ
റസൂലിന്റെ സുന്നത്തുകൾ മറന്നിട്ട് ജീവിതത്തിൽ നമുക്ക് വിജയം കൊയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു എല്ലാവർക്കും കൊടുത്തു. വൈകുന്നേരമാകുമ്പോഴേക്ക് ഖാദിസിയ യുദ്ധം വിജയിച്ചു എന്നാണ് ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചെയ്യുവാനും നല്ലതിന്റെ കൂടെ നിൽക്കുവാനും സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഖൽബുകൾ എല്ലാവരും നന്നാക്കുക. അങ്ങനെ നന്നാക്കിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ നമ്മളിലേക്ക് ഇറങ്ങി വന്നു ലാ തഖാഫു വലാ തഹ്സനൂ, പേടിക്കാനില്ല, ബേജാറാവാനില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി. അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് പടച്ച റബ്ബ് വാഗ്ദത്തം ചെയ്തതെല്ലാം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ, നമ്മൾ നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ സഹായികളാണ്. മാലാഖമാര് പറയാ നഹ്നു ഔലിയാഉകും, നമ്മൾ നിങ്ങളുടെ സഹായികളാണ്. ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിന്റെ ജീവിതത്തിലും നിങ്ങൾക്ക് ഞങ്ങൾ സഹായികളായിട്ടുണ്ടാകും. വലകും മാ തസ്തഹി അൻഫുസുകും, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു തരാൻ വിചാരിച്ചിരിക്കുന്നു. വലകും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നുസിലം മിൻ ഗഫൂരിർ റഹീം, അല്ലാഹു ആണ് നിങ്ങൾക്ക് അതിഥി സൽക്കാരം ഒരുക്കുന്നത്. ആ സൽക്കാരത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് പറയുകയും ജീവിതത്തിൽ അല്ലാഹു എന്ന ബോധം നമ്മുടെ മനസ്സിൽ അലട്ടുകയും തെറ്റുകളിലേക്ക് പോവാതെ ഒരു അണുപോലും അല്ലാഹു പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ട്രൈറ്റായി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.